അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അമ്മാ ബഅദു ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم: إذا كان أمراؤكم خياركم وأغنياؤكم سمحاءكم وأموركم شورى بينكم فظهر الأرض خير لكم من بطنها. وإذا كان أمراؤكم شراركم وأغنياؤكم بخلاءكم وأموركم إلى نسائكم فبطن الأرض خير لكم من ظهرها. صدق رسول الله صلى الله عليه وسلم. محمد طابت الدنيا ببعثته محمد جاء بالآيات والحكم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള സയ്യിദ് അവർകളെ, പണ്ഡിതന്മാരെ, മഹല്ല് കാരണവന്മാരെ, പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരി സഹോദരങ്ങളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുള്ള മഹല്ലിൻ്റെ സന്ദേശങ്ങളടങ്ങിയ പത്രം തൽക്കാലം എല്ലാവരും ഒന്ന് മടക്കി വെച്ച്, ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങളെ ഫോട്ടോ ഒക്കെ കണ്ട് ആസ്വദിക്കാനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ. ഇപ്പോൾ കുട്ടികളൊക്കെ ഈ പറയുന്നതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി ഭംഗിയാക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക ഭരണമില്ലാത്ത നമ്മുടെ നാടുകളിൽ ഒരു മഹല്ല് സംവിധാനത്തിന് ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ഒരു ജുമുഅത്ത് പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു മുസ്ലിം സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പ്രായോഗികമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ സ്വഹാബത്ത് കേരളത്തിൽ വന്നപ്പോൾ ആദ്യമായി അവർ 10 മഹല്ലുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പള്ളി കേന്ദ്രീകരിച്ച് അവിടെ ജുമുഅ ആരംഭിച്ചു, ദർസ് തുടങ്ങി, ഖാദിമാരെ വെച്ചു. അതിലൂടെയാണ് വിശുദ്ധ ദീന് നമ്മുടെ കേരളത്തിൽ പടർന്നു പന്തലിച്ചിട്ടുള്ളത്. ഒരു മഹല്ലത്തിനെ എങ്ങനെ ശാക്തീകരിക്കണം എന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. മഹല്ല് നിവാസികളുടെ
സമ്പൂർണ്ണ സഹകരണം ഉറപ്പുവരുത്തിയാണ് മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലം നേരത്തെ അള്ളാഹു നിർദ്ദേശിച്ചു കൊടുത്ത സ്ഥലമാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാക്കിലേറി യാത്ര ആരംഭിച്ചപ്പോൾ ഫത്ഹുൽ ബാരിയിൽ കാണാം, ആദ്യമായി ബുറാക്ക് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിയോട് പറഞ്ഞു, ഇവിടെ ഇറങ്ങുക, ദുആ ചെയ്യുക. അവിടുന്ന് ചോദിച്ചു, ഇതേതാണ് സ്ഥലം? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദിഹി ത്വയ്ബ അൽ മുഹാജറത്തി ഇലൈഹ. അവിടുന്ന് ഹിജ്റ വരാൻ പോകുന്ന മദീനയാണ്, ത്വയ്ബയാണ് ഇത്. ഇന്ന് മസ്ജിദുൻ നബവി നിൽക്കുന്ന ആ സ്ഥലത്തായിരുന്നു ബുറാക്ക് സ്റ്റോപ്പ് ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആദ്യമായി പ്രാർത്ഥന നടത്തുകയും ചെയ്തത്. വേറെയും പല സ്ഥലങ്ങളിലും ആ യാത്രാമധ്യേ ഇറങ്ങിയതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ സ്ഥലം 2 അനാഥ മക്കളുടെ പേരിലായിരുന്നു. അള്ളാഹു നിർണയിച്ച സ്ഥലം എന്ന നിലക്ക് പള്ളിക്ക് വേണ്ടി അത് തന്നെ തെരഞ്ഞെടുക്കണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ആഭാലവൃദ്ധം ജനങ്ങൾ ചേർന്ന് മദീനയിലേക്ക് അവിടത്തെ ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ എല്ലാവരും മുത്തുനബിക്ക് ആതിഥ്യമരുളാൻ വേണ്ടി അവരവരുടെ വീടുകൾ തയ്യാറാക്കി അവിടേക്ക് ക്ഷണിക്കുകയാണ്. ചിലരൊക്കെ അവിടുന്ന് കയറിയ ഒട്ടകത്തിന്റെ മൂക്കയറ് കൈവശപ്പെടുത്തി വീട്ടിലേക്ക് തെളിക്കാൻ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ദഅൂഹാ ഫഇന്നഹാ മഅ്മൂറ. ഒട്ടകത്തെ നിങ്ങൾ വിട്ടേക്കുക, അതിന് കൽപ്പനയുണ്ട്. എവിടെയാണ് ഞാൻ താമസിക്കേണ്ടത് എന്നതിന് ഒട്ടകത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒട്ടകം ചെന്ന് മുട്ടുകുത്തിയ സ്ഥലവും ഇന്ന് മസ്ജിദുൻ നബവി നിൽക്കുന്ന സ്ഥലമാണ്. അതിന്റെ മുറ്റത്തായിരുന്നു അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീടുണ്ടായിരുന്നത്. 7 മാസക്കാലം ആ വീട്ടിൽ നബി തങ്ങൾ താമസിക്കുകയും മസ്ജിദുൻ നബവി നിർമ്മിക്കപ്പെട്ടതിന് ശേഷം താമസം അവിടേക്ക് മാറ്റുകയും ചെയ്തു. അപ്പൊ ആ സ്ഥലമാണ് ഇനി പള്ളിക്ക് വേണ്ടത് എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടികളെ സമീപിച്ച് ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയപ്പോൾ അവര് ദാനമായി ആ സ്ഥലം തരാൻ തയ്യാറായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റില്ല, വില വാങ്ങിയെങ്കിൽ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. അവസാനം അവർ വില വാങ്ങാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ കാശ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ എല്ലാ മഹല്ലിലും ഉണ്ടാവും ചില സുമനസ്സുകളായ നല്ല വ്യക്തികൾ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വകാര്യമായി നബി തങ്ങളെ സമീപിച്ചു പറഞ്ഞു, നബിയെ, അങ്ങ് ദയവ് കാണിക്കണം. ആദ്യത്തെ പള്ളി ഉണ്ടാക്കാൻ പോകുകയാണ്. അതിന്റെ ഭൂമിയുടെ വില എന്നിൽ നിന്ന് വാങ്ങണം. വലിയ ആഗ്രഹത്തോടെ സ്വകാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് നിരസിക്കാൻ അവിടത്തേക്ക് സാധിച്ചില്ല. വലിയ ഭാഗ്യവാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മസ്ജിദുൻ നബവിയുടെ സ്ഥലത്തിനുള്ള കാശ് കൊടുക്കുന്നത്. ഇനി പള്ളിയുടെ നിർമ്മാണം തുടങ്ങാറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവിടുന്ന് ഒരു നിർദ്ദേശം കൊടുക്കുന്ന, കൽപ്പന പുറപ്പെടുവിക്കുന്ന ഒരാളായി മാറാതെ മുണ്ട് മാറ്റി ആ സ്ഥലത്തുണ്ടായിരുന്ന ഈന്തപ്പനകളൊക്കെ മുറിച്ചു മാറ്റാൻ നബിതങ്ങളും നാട്ടുകാരോടൊപ്പം ഇറങ്ങാണ്. അത് കഴിഞ്ഞ് തറക്കല്ലിടൽ കർമ്മം ആരംഭിക്കുന്ന സമയമായി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്താക്കപ്പെട്ട കൈകൊണ്ട് ആദ്യത്തെ കല്ല് വെച്ചു. ഉടനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിച്ച് 2ാമത്തെ കല്ല് വെപ്പിച്ചു.
ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊണ്ട് മൂന്നാമതും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ കൊണ്ട് നാലാമത്തെ കല്ലും വെപ്പിച്ചു. ഇങ്ങനെയാണ് ആ ഉദ്ഘാടന കർമ്മം നടക്കുന്നത്. ഇതിലൊക്കെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. പരിഗണിക്കേണ്ടവരൊക്കെ പരിഗണിച്ചു പോകുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നയം. അള്ളാഹുവിന്റെ റസൂൽ ഒരു കല്ല് വെച്ച് ഉദ്ഘാടനം ചെയ്താൽ അത് മതിയല്ലോ. പക്ഷെ നബിതങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവിടെ പങ്കെടുത്ത പൗരപ്രമുഖർക്കൊക്കെ ഒരു പങ്കാളിത്തം കൊടുക്കുക എന്നതാണ്. അതെല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്യണം. ഒരു നിക്കാഹിന്റെ ഒക്കെ സദസ്സിൽ നമ്മൾ ചെന്നാൽ ചിലപ്പം സ്ഥലം ഖാളി ഒരു ചെറുപ്പക്കാരനായിരിക്കാം. അവിടെ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ട ഖത്തീബ് വളരെ ചെറിയ ആളായിരിക്കാം. രണ്ട് കൂട്ടത്തിൽ നിന്നും വലിയ ആലിമീങ്ങളൊക്കെ ആ ചടങ്ങിന് വന്നിട്ടുണ്ടാവാം. അവിടെ ദുആ ചെയ്യുന്നതും ഖുതുബ ഓതുന്നതും നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതും എല്ലാം ഞാൻ തന്നെ ആവണമെന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. അവിടെ പ്രായത്തിന് മൂത്തവരെ, സയ്യിദന്മാരെ, അവരൊക്കെ ഒന്ന് പരിഗണിക്കുക. അതിലാണ് ബർക്കത്തുണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും ചേർത്ത് പിടിച്ചു. പിന്നീട് കട്ട കടത്തുന്ന സമയമായി. ആ കട്ട കടത്തുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ അവിടുത്തെ 35-ാമത്തെ വയസ്സിൽ കഅബ നിർമ്മിക്കുമ്പോൾ കല്ല് കടത്തിയത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇതേപോലെ മദീനയിൽ പള്ളി നിർമ്മിക്കുന്ന സമയത്ത് കട്ട തോളിലേറ്റി അവിടുന്ന് നടന്നു പോകുമ്പോൾ സ്വഹാബികൾ വന്ന് പറഞ്ഞു, അഅ്തിനീഹാ യാ റസൂലല്ലാഹ്, നബിയെ ആ കല്ല് അവിടുന്ന് ഇങ്ങോട്ട് തരിക. നിങ്ങൾ കല്ല് ചുമന്ന് പണിയെടുക്കണ്ട, ഞങ്ങൾക്ക് നിർദ്ദേശം നൽകി കൂടെ നിന്നാൽ മതി എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുത്തെ പ്രതികരിച്ചത് എന്താണ്? ഖുദ് ഗൈറഹാ ഫഇന്നക ലസ്ത അഫ്ഖറ ഇലല്ലാഹി മിന്നി. നീ പോയി വേറെ കട്ടയെടുത്തോ. അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് എന്നേക്കാൾ അത്യാവശ്യക്കാരനാണ് നീ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണം, നിനക്കും കൂലി കിട്ടണം. അതുകൊണ്ട് ഞാൻ എടുത്ത കട്ട ഞാൻ എടുത്തോളാം, നിങ്ങൾ വേറെ കട്ടയെടുത്തോ എന്ന് പറഞ്ഞ് ലോകത്ത് എല്ലാ മഹല്ല് നേതാക്കൾക്കും മാതൃകയായി മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കുചേരുകയാണ്. ഇത് കണ്ട് മഹാന്മാരായ സ്വഹാബത്ത് അവിടുന്ന് പാടിപ്പോയി, ലഇൻ ഖഅദ്നാ വന്നബിയ്യു യഅമലു ഫദാക മിന്നൽ അമലുൽ മുളല്ലലു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ നാം നോക്കി നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഖോദയിലേക്ക് ഇറങ്ങുകയാണ്. ശ്രമദാനമായാണ് ആ പള്ളിയുടെ പണി പൂർത്തീകരിക്കുന്നത്. ആരും വൈകുന്നേരം കൂലി ഒഴിച്ചു വന്നില്ല. അവർക്കൊക്കെ പ്രവാചകരുടെ പ്രാർത്ഥന ലഭിച്ചു. അല്ലാഹുമ്മ ഇന്നൽ ഖൈറ ഖൈറുൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. പടച്ചവനെ, ഏറ്റവും വലിയ പ്രതിഫലം അത് പാരത്രിക ലോകത്ത് ലഭിക്കാനുള്ളതാണ്. അതുകൊണ്ട് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും അവിടുന്ന് കരുണ ചൊരിയണമേ എന്ന പ്രാർത്ഥനയായിരുന്നു അവർക്ക് പ്രതിഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. അങ്ങനെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹല്ലിന്റെ അടിത്തറ പാകുന്നത്. എല്ലാ വിഷയങ്ങൾക്കും ആ പള്ളിയിൽ പരിഹാരമാണ്. ഇതേപോലെ ആയിരിക്കണം നമ്മളെ ഏതൊരു ഗ്രാമത്തിലെയും ഒരു ജുമുഅത്ത് പള്ളി. അതിനെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ആവശ്യങ്ങളും നിറവേറ്റാനുള്ള ഒരു കേന്ദ്രമായി അവിടുന്ന് മാറണം. അങ്ങനെ മാറുമ്പോൾ ആ മഹല്ലിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും കടന്നു വരും. അതിന് ഒരു മഹല്ലിനെ എങ്ങനെയാണ് നമ്മൾ ശാക്തീകരിക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ ഒരു നല്ല മഹല്ലിന്റെ ലക്ഷണം പറയുന്നത് ഇപ്രകാരമാണ്: വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ. ഒരു ഗ്രാമവാസികൾ, ഒരു മഹല്ല് നിവാസികൾ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ വാതായനങ്ങൾ ആ മഹല്ലിലേക്ക് ഞാൻ തുറന്നിട്ട് കൊടുക്കും. അപ്പൊ ഒരു നല്ല മഹല്ലാവുക എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിത്തീരേണ്ടത് ശരിയായ കറകളഞ്ഞ ഈമാൻ, വിശ്വാസം ആ മഹല്ല് നിവാസികൾക്കുണ്ടാവണം.
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായി ഈമാനുള്ള ഒരു സമൂഹമായി അവരെ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയണം. ഈമാനിന്റെ അഭാവത്തിൽ വേറെ എന്ത് സൗകര്യങ്ങളും വികസനങ്ങളും അത് അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിലേക്ക് ആ മഹലിനെ കൊണ്ടുപോകാൻ നമുക്ക് വഴിയൊരുക്കൂല. അടിത്തറയായി ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ റബ്ബാണ് നമ്മളെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, നമ്മെ ഓരോരുത്തരെയും പടച്ചത്, നമുക്ക് കുടുംബം എന്ന സംവിധാനം തന്നത്, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത്, കുടിക്കാനുള്ള വെള്ളം ഇറക്കി തരുന്നത്, ശ്വസിക്കാനുള്ള വായു സജ്ജീകരിച്ചത്, ധരിക്കാനുള്ള വസ്ത്രം, താമസിക്കാനുള്ള വീട്, ഇതിനെല്ലാമുള്ള സജ്ജീകരണങ്ങൾ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചവൻ അർഹമുർ റാഹിമീനായ റബ്ബാണ് എന്ന അടിയുറച്ച വിശ്വാസം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ നമുക്ക് അരക്കിട്ടുറപ്പിക്കാൻ കഴിയണം. നമ്മളെ പള്ളികളും നമ്മളെ മദ്രസകളുമൊക്കെ അതിനു വേണ്ടിയുള്ള കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ സ്മരണ ഇവിടെ നിലനിർത്താൻ വേണ്ടിയുള്ളതാണ്. ആ രീതിയിൽ നമ്മളെ പള്ളിയും അതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന മനുഷ്യരും അള്ളാഹുവിനെ ഓർക്കുന്ന ഈമാനുള്ളവരായി മാറുകയും അവരുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അവന്റെ വിധിവിലക്കുകൾ മാനിച്ച് അഥവാ തഖ്വയോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് ഒരു മഹല്ലിൽ ഉണ്ടാകുക എന്നതാണ് മഹല്ല് ശാക്തീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. മറ്റു ഭൗതികമായ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ എത്ര നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈമാനും തഖ്വയുമുള്ള ഒരു വിഭാഗം, അതാണ് ഒരു മഹല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിൽ ഒരുപാട് വിശാലമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും നമ്മൾ തഖ്വ കാണിക്കുക എന്ന് പറഞ്ഞത് നിസ്കാരത്തിലെ ഭയഭക്തി മാത്രമല്ല, മറ്റു വൈയക്തികമായ ആരാധനകളിലുള്ള ആ ഒരു ഭക്തി മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മളെ കുടുംബത്തിലും നമ്മളെ വ്യവഹാരങ്ങളിലും നമ്മുടെ തൊഴിലുകളിലും എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ചു പോകുമ്പോഴാണ് ഒരു നാട്ടുകാർ തഖ്വയുള്ളവരാകുക എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രാധാന്യപൂർവം ഇതുപോലെയുള്ള ഒരു സംഗമത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ചു പോകേണ്ടത് എന്നതാണ്. കുടുംബം എന്നത് അള്ളാഹു നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതൊരു വലിയ സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ തണലിലാണ് നമ്മളൊക്കെ ഇവിടെ സമാധാനത്തോടെ ജീവിച്ചു പോകുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്. കുടുംബം എന്ന സംവിധാനത്തെ അള്ളാഹു അവന്റെ അർശിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. വഹിയ തഖൂൽ, എല്ലാ ദിവസവും കുടുംബം അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മൻ വസലനി വസലഹുല്ലാഹ്, കുടുംബമാകുന്ന എന്നെ ആരാണോ ചേർത്ത് പിടിച്ചു പോകുന്നത് അവന്റെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹു ചേർത്ത് കൊടുക്കട്ടെ. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, കുടുംബമാകുന്ന എന്നെ ആരാണോ വിച്ഛേദിച്ചു കളയുന്നത് അവന്റെ സർവ്വ വിഷയങ്ങളെയും അള്ളാഹു തകർത്ത് കളയട്ടെ എന്ന് കുടുംബബന്ധം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സ്വഹീഹിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് കാണാം. അപ്പൊ അള്ളാഹു ഇത്രയേറെ പവിത്രത കൽപ്പിച്ച ഒരു ബന്ധമാണ് കുടുംബം എന്ന് പറയുന്നത്. അതിന്റെ അടിത്തറ ഭാര്യയും ഭർത്താവുമാണ്. അവിടെ നിന്നാണ് പിന്നീട് ഒരു കുടുംബം വികസിച്ചു വളരുന്നത്. ആ ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നുമാണ് ശരിയായ ഒരു കുടുംബജീവിതത്തിന്റെ എല്ലാ സംസ്കാരങ്ങളും രൂപപ്പെട്ടു വരേണ്ടത്. എന്തിനു വേണ്ടിയാണ് ഇണയും തുണയുമായി ജീവിക്കുന്നത് എന്നത് ഒരു വലിയ ചിന്താവിഷയം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ ധാരാളം കാര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ കുടുംബജീവിതത്തിന്റെ പിന്നിൽ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നത് കാണാം, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ എണ്ണപ്പെടേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു സൃഷ്ടിച്ചു തന്നു. എന്തിനു വേണ്ടിയാ നിങ്ങൾക്ക് ഇണയെ തന്നത്? ഭാര്യക്ക് എന്തിനാണ് ഒരു ഭർത്താവ്? ഭർത്താവിന് എന്തിനാണ് ഒരു ഭാര്യ? അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യമായി ഖുർആൻ പറയുന്നത് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ സക്കീനത്ത് തേടി സമാധാനം കാക്ഷിച്ച് അവരെ സമീപിക്കാൻ വേണ്ടിയാണ്.
മനുഷ്യരുടെ ജീവിതത്തെ അല്ലാഹു തആല ആ വിധത്തിലാണ് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഒരു പുരുഷന് ഒരിക്കലും ഒറ്റക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീക്കും ഒറ്റക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. അവരുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അവർ ഇണയും തുണയുമായി ജീവിക്കുമ്പോഴാണ്. സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലാണല്ലോ പടക്കപ്പെട്ടത്. ആദം അലൈഹി സ്വലാമിന് എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ഒരുക്കി കൊടുത്തെങ്കിലും മഹാനവറുകൾ അപ്പോഴും അസംതൃപ്തനായി. ആ അസംതൃപ്തി പരിഹരിക്കാനാണ് തന്നിൽ നിന്നു തന്നെ തന്റെ ഇണയായ ഹവ്വാ റളിയല്ലാഹു അൻഹയെ അല്ലാഹു തആല പടച്ചു കൊടുക്കുന്നത്. ഇപ്പം വേറെ എന്ത് സജ്ജീകരണങ്ങൾ ഉണ്ടായാലും സൗകര്യങ്ങൾ ഉണ്ടായാലും ഇണയും തുണയുമൊത്ത ജീവിതമില്ലെങ്കിൽ ആ ജീവിതം അപൂർണമായിരിക്കും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ വലിയ ഭാരം ചുമക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ വിഷയങ്ങളെല്ലാം മനസ്സിൽ നിന്ന് തേഞ്ഞുമാഞ്ഞു പോകുന്നത് തൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ സ്നേഹിക്കുന്ന ഭാര്യയുടെ ആ നല്ല വാക്കുകൾക്കും പെരുമാറ്റങ്ങൾക്കും മുമ്പിലാണ്. സ്ത്രീകൾക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ചുമതലകളുമുണ്ട്. അതെല്ലാം ഒരുപക്ഷെ ഈ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് പോലും അവരെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അവിടെ സ്നേഹനിധിയായ ഒരു ഭർത്താവിന്റെ സാന്നിധ്യമാണ് ആ പെണ്ണിന്റെ മനസ്സിന് സമാധാനം കൊടുക്കുന്നതെങ്കിൽ ജീവിതത്തിൽ ശാന്തിയും സ്വാസ്ഥ്യവും ലഭിക്കുക എന്നതാണ് കുടുംബജീവിതത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതോടൊപ്പം തന്നെ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു വികാരമാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിൽ നിന്ന് മനുഷ്യൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭവമാണ്. മറ്റുള്ളവർ തന്നെ സ്നേഹിക്കണം എന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് സ്നേഹം അങ്ങോട്ട് പങ്കുവെക്കുകയും ചെയ്യണം. ഒരു നല്ല പൂവ് കണ്ടാൽ ആരും അതിനെ എടുക്കും, ഒന്ന് ഉമ്മ വെക്കും, ഒന്ന് മണത്തു നോക്കും. നല്ലതിനെ കാണുമ്പോ അങ്ങനെ. ചെറിയ കുട്ടികളെ കണ്ടാൽ ഒന്ന് തലയിൽ കൈവെക്കും, ഒന്നെടുത്ത് ഉമ്മ വെക്കും. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള പ്രകൃതിപരമായ നമ്മുടെ ആഗ്രഹമാണത്. ആ സ്നേഹം പ്രകടിപ്പിക്കലും സ്നേഹം ഏറ്റുവാങ്ങലും മനുഷ്യരുടെ ജന്മാവകാശമാണെങ്കിൽ അതിന് നമുക്ക് ഏറ്റവും നല്ലൊരു മാധ്യമമായി അള്ളാഹു വെച്ചതാണ് ഇണയും തുണയും. ഖുർആൻ തന്നെ പറയുന്നത് കാണാം, വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ. നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ അള്ളാഹു പരസ്പരം സ്നേഹമാക്കി തന്നു. മവദ്ദത്ത്, വുദ് എന്ന് പറയുന്ന സ്നേഹം. ആണും പെണ്ണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു. എന്നാൽ ഇണയും തുണയുമാകുമ്പോൾ ഈ സ്നേഹത്തിനും അപ്പുറം വറഹ്മ, പരസ്പര കാരുണ്യവും കൂടി നിങ്ങൾക്കിടയിൽ അല്ലാഹു ആക്കി തന്നു. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പരാമർശമാണ്. ഇണയും തുണയുമായിട്ടല്ലാതെയും സ്നേഹം പലപ്പോഴും പങ്കുവെക്കാൻ പറ്റും. നമുക്കറിയാം, പല ആളുകളും കൊല്ലങ്ങളോളം ആരൊക്കെയോ സ്നേഹിച്ച് നടക്കുന്നവരുണ്ട്. ചിലപ്പോൾ വിവാഹം കഴിക്കും, ചിലപ്പോൾ അത് തടസ്സപ്പെടും, ചിലപ്പം വിവാഹം കഴിച്ചതിന് ശേഷമുള്ള സ്നേഹം ഇല്ലാതായിപ്പോ, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആ സ്നേഹം മാത്രം പോരാ, കുടുംബജീവിതത്തിലൂടെ സ്നേഹത്തിലുമുപരി കാരുണ്യവും കൂടെ ലഭിക്കുന്നു. മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, ഒരാള് വിവാഹ ജീവിതത്തിലൂടെ അല്ലാതെ താൽക്കാലികമായി ഒരാളുമായി ഇണജീവിതം നയിക്കുകയാണെങ്കിൽ ശരീരത്തിന് സൗന്ദര്യവും ആരോഗ്യവുമുള്ള സമയത്ത് അവർക്കിടയിൽ മവദ്ദത്ത്, സ്നേഹമുണ്ടാകും. എന്നാൽ രണ്ടിലൊരാൾ രോഗിയാകുകയോ പ്രായമാകുകയോ ചെയ്താൽ ഇവരെ പരിചരിക്കാനും പരിഗണിക്കാനും അവർക്ക് സാധിക്കുകയില്ല. അത് സാധിക്കണമെങ്കിൽ റഹ്മത്ത് വേണം, കാരുണ്യം വേണം. ആ കാരുണ്യം ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്നത് പോലെ കരിഞ്ചന്തയിൽ നിന്ന് സ്വീകരിച്ച ഭാര്യക്കും ഭർത്താവിനും അല്ലെങ്കിൽ ഇണക്കും തുണക്കും അത് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വ്യവസ്ഥാപിതമായ കുടുംബജീവിതത്തിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന മൂന്നാമത്തെ നേട്ടമാണ് പരസ്പരം കാരുണ്യം. അതുകൊണ്ടാണ് പ്രായമായാലും സുഖമില്ലാതെ കിടന്നാലും കാലൊടിഞ്ഞാലും ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരൂല എന്ന് ഉറപ്പായാലും
ഭാര്യയെ പരിചരിക്കാൻ, ഭർത്താവിനെ പരിചരിക്കാൻ പരസ്പരം തയ്യാറാകുന്നത്. ഇതിനുമപ്പുറം കുടുംബജീവിതത്തിന് വേറെയും ലക്ഷ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകുക എന്നത്. നമ്മളെ ജീവിതം അത് സാർത്ഥകമാകണമെങ്കിൽ നാം ഇവിടെ വന്നുപോയതിൻ്റെ തെളിവ് ബാക്കി വെച്ചു പോകണം. ആ ഏറ്റവും വലിയ തെളിവ് ഒന്ന് നമ്മളൊരു തലമുറ ഇവിടെ ബാക്കി വെക്കുക എന്നതാണ്. വേറെ നിർമ്മാണ പ്രവർത്തനങ്ങളും ജാരിയായ സ്വതക്കുകളൊക്കെ തെളിവുകളാണെങ്കിലും അതിനേക്കാളൊക്കെ മേന്മയുള്ളത് സ്വാലിഹീങ്ങളായ മക്കളാണ്. ആ സന്താനങ്ങളെ നമുക്ക് ബാക്കി വെച്ചു പോകാൻ കഴിഞ്ഞാൽ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും വലിയൊരു അമലും കൂടിയാണല്ലോ അത്. നമ്മളൊക്കെ പഠിച്ച ഹദീസാണ്, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു കുല്ലു. മരണത്തോടെ ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുകയാണ്. ഇല്ലാ മിൻ സലാസ്, 3 ഭാഗത്തൂടെയുള്ള പ്രവർത്തനം പിന്നെയും നടക്കും. നമ്മൾ മരിച്ചാലും നമ്മളെ അമല് പിന്നെയും നടക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന, ഖുർആൻ ഓതുന്ന, സ്വതക്ക ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളെ ബാക്കി വെച്ചാണോ നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ ആ മക്കൾ നമ്മളെ പ്രവർത്തനത്തിന്റെ ഭാഗമായ കാരണത്താൽ അവര് ചെയ്യുന്ന പ്രവർത്തനം നമ്മളെ ഖബറിലേക്ക് ഉപകാരപ്പെടും. ഹദീസിൽ കാണാം, എന്റെ ഉമ്മത്ത് മഹാഭാഗ്യവാന്മാരാണ്, പാപ പങ്കിലരായാണ് അവരെ ഖബറടക്കപ്പെട്ടത്. ഖബറിലേക്ക് പോകുന്ന ദിവസം ഒരുപാട് തെറ്റുകുറ്റങ്ങളോടെയാണ് പോയത്. പക്ഷേ പുനരുദ്ധാരണ നാളിൽ, ഖിയാമത്ത് നാളിൽ അയാൾ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു ദോഷവുമില്ലാതെയാണ്. അയാൾക്ക് എങ്ങനെ പാപങ്ങളൊക്കെ ഇല്ലാതെയായിപ്പോയി? സ്വാലിഹീങ്ങളായ മക്കളെ പ്രാർത്ഥന കൊണ്ട് ആ ഉമ്മത്ത് വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു നമ്മളെ മക്കളെ അങ്ങനെ ആക്കിത്തരുമാറാകട്ടെ. അപ്പൊ അത് കുടുംബജീവിതത്തിന്റെ വലിയൊരു ലക്ഷ്യമാണ്. അതിൻ്റെയും അപ്പുറത്തേക്ക് നമ്മുടെ ധാർമ്മികത, അതിനെ സംരക്ഷിക്കാൻ വ്യവസ്ഥാപിതമായ കുടുംബജീവിത ആവശ്യമാണ്. എല്ലാ നിക്കാഹിന്റെ ഖുതുബയിലും നിങ്ങൾ കേൾക്കാറില്ലേ, മൻ തസവ്വജ ബിംറഅ ഫഖദ് അഹറസ സുലുസൈ ദീനി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരാൾ വിവാഹിതനാകുന്നതോടെ അവന്റെ ദീനിന്റെ 2 ഭാഗവും സുരക്ഷിതമായി. നമ്മളെ മതത്തിന്റെ 2 വിവാഹത്തോടെ സുരക്ഷിതമാവുകയാണ്. അതെങ്ങനെയാണ്? ഒരാളെ മതം അത് പലപ്പോഴും നശിച്ചു പോകുന്നത് സമയത്തിന്റെ മൂല്യവും വിലയും അറിയാത്തത് കൊണ്ടാണ്. ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട ദിനരാത്രങ്ങളാണ്. 60 കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയാൽ അത് വെറും 21,900 ദിവസങ്ങളാണ്. എത്ര പെട്ടെന്ന് നമുക്ക് എണ്ണി തീർക്കാൻ കഴിയും അത്രയും ദിവസങ്ങൾ. എന്നാൽ ആ ചെറിയ ദിവസങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതിന്റെ മൂല്യം എന്താണ്, അതിന്റെ വില എന്താണ് എന്നൊരാൾ അറിയാതെ പോയാൽ അയാളെ ജീവിതത്തിന്റെ ദിശ തെറ്റും. വിവാഹിതനായ ഒരാൾക്ക് ഓരോ ദിവസവും വിലപ്പെട്ടതായിരിക്കുമെന്നാണ്. വൈകുന്നേരം അങ്ങാടിയിലേക്ക് കല്യാണം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പോയാൽ അവനൊരു ഇശാ വരെയൊക്കെ ചിലപ്പോൾ അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞാൽ ഇങ്ങനെ വാച്ചിൽ നോക്കാൻ തുടങ്ങും. അപ്പൊ കൂടെ ഇരിക്കുന്ന കൂട്ടുകാർക്ക് എന്താ ഇങ്ങനെ വാച്ചിൽ നോക്കണ്? അപ്പൊ തലേ ചൊറിഞ്ഞിട്ട് പറയും, അതെ ഞാൻ പുരയിലെത്തിയെങ്കിലേ കുട്ടികൾ ചോറുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു അങ്ങോട്ട് പോരും. വിവാഹം കഴിക്കാത്തവനോ ഓനാരാ കാത്തുക്കാൻ? അവന്റെ സമയത്തിന് പങ്കുവറ്റാൻ ആളില്ല. വിവാഹിതനായ ഒരാളുടെ സമയം അയാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അയാളെ ഭാര്യക്കും മക്കൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ രാത്രിയുടെ ഇരുട്ടിലും മറവിലും തിന്മകളിലേക്ക് പോകാൻ വിവാഹിതന് സമയമുണ്ടാവൂല. അവിവാഹിതൻ ഓവുകാലത്തിൽ എത്ര സമയമായിരിക്കും? കൂട്ടിനൊരാളുണ്ടായാൽ നേരം പുലരും വരെ ഇരിക്കാൻ റെഡിയാണ്, അവനെ കാത്തിരിക്കാൻ ആരുമില്ല. ആ യാമങ്ങളിലായിരിക്കും പലപ്പോഴും തിന്മകളിലേക്ക് ആ കൂട്ടുകാരൻ അകപ്പെട്ടു പോകുക. അപ്പൊ ചെറുപ്പക്കാരൻ വിവാഹിതനാകുന്നതോടെ അവനൊരു തരം പ്രത്യേക പക്വത വരുന്നു, സമയത്തിന്റെ വില അറിയുന്നു, ജീവിതത്തിനൊരു ചിട്ട വരുന്നു. അങ്ങനെ തിന്മകളിൽ നിന്ന് അവൻ സുരക്ഷിതനാകുന്നു. സമ്പത്താണ് ഒരാളെ വഴിപഴപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ചെലവുകളില്ലാത്ത, ഉത്തരവാദിത്വങ്ങളില്ലാത്ത പണം ഒരാളെ പോക്കറ്റിൽ ഉണ്ടായാൽ ആ സമ്പത്ത് കൊണ്ട് തീർച്ചയായും അയാള്
വിഷമിക്കും, അയാൾക്ക് ഒരുപാട് വഴിതെറ്റാനുള്ള കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്പത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ വിവാഹിതനാകണം. വിവാഹിതരായ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും, ഭാര്യമാര് നേരം വെളുത്താൽ ഒരുപാട് ആവശ്യങ്ങൾ പറയും. ഒറ്റ ശ്വാസത്തിന് പറയാൻ വലിയ മിടുക്കുള്ള ആളുകളാ. അരി തീർന്നിട്ടുണ്ട്, പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്, കുട്ടിന്റെ ഫീസ് കൊടുക്കാനായിട്ടുണ്ട്, കറണ്ടിന്റെ ബില്ല് വന്നിട്ടുണ്ട്, ഗ്യാസ് തീർന്നിട്ടുണ്ട്, നാളെയാണ് ഉമ്മനെ ആശുപത്രി കൊണ്ടുപോകേണ്ട ദിവസം. ഞാൻ മൊത്തം നിങ്ങൾ കൂട്ടി വയ്ക്കുകയാണ്. ഈ മാസത്തെ ശമ്പളവും ഈ പറഞ്ഞ ചെലവും തമ്മിൽ ഒത്തുനോക്കിയാൽ എന്തായാലും കള്ളുടിക്കാനുള്ള കാശ് ഉണ്ടാവില്ല, കഞ്ചാവ് വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല. എന്നാൽ ഒരു ബാധ്യതയില്ലാത്തവന്റെ പോക്കറ്റിൽ കാണി കാശ് വന്നതെങ്കിലോ ഓന് യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പൊ കൂട്ടുകാർ വരന്നാ പോയില്ലേ കേറുക. ഇങ്ങനെ ദീനില്ലാതെ വഴിതെറ്റിപ്പോകുന്നത്, ഉത്തരവാദിത്വ ബോധമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ വരുന്നത് സ്വാഭാവികമായും ഇങ്ങനെ ഒരു ബാധ്യതയെക്കുറിച്ചോ ഒരു ചുമതലയെക്കുറിച്ചോ ബോധമില്ലാതെ വരുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു താളവും രാഗവും ഒക്കെ തരുന്ന, വലിയ ലക്ഷ്യബോധമുണ്ടാക്കുന്ന, സമയത്തിന്റെ മൂല്യബോധം അറിയുന്ന ഒരു മഹത്തായ കർമ്മമാണ് കുടുംബജീവിതം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് പുതിയ തലമുറ വരണം. പ്രത്യേകിച്ച് പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. ഇന്ന് പെൺകുട്ടികൾ പറയുന്നു, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട, ഗവൺമെന്റ് എന്നെ പ്രായം വെച്ചത് 18. ഇത് 24 കഴിഞ്ഞിട്ട് ഓള് പറയാണ് എനിക്കിപ്പോ കല്യാണം വേണ്ട, പിന്നെ ഞാനൊരു ജോലിയൊക്കെ ആയി സ്വന്തം കാൽമേൽ നിൽക്കട്ടെ, എന്നിട്ട് മദീന. പ്രായം നമ്മൾ അറിയണം, ആണും പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നേരത്തെ പ്രായപൂർത്തിയെത്തുന്നവരാണ് സ്ത്രീകൾ. അതുകൊണ്ടാണ് ഗവൺമെന്റ് പോലും ആൺകുട്ടികൾക്ക് 22 പറയുമ്പം പെൺകുട്ടികൾക്ക് 18 പറയുന്നത്. ശാരീരികവും മാനസികവുമായി ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം കാരണമാണ്. അത് വൈകിക്കൊണ്ടുപോകുന്നത് പലപ്പോഴും അപകടമാണ്. പിന്നീട് വിവാഹം തന്നെ ശരിപ്പെടാതെ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. വിദ്യാസമ്പന്നരാണ് അതിൽ കൂടുതലുള്ളത്. കാരണം അവരെ പഠനം ഇതൊക്കെ കഴിഞ്ഞ് നല്ലൊരു തൊഴിൽ കിട്ടട്ടെ എന്ന് കാത്തു നോക്കുമ്പോൾ പിന്നെ പറ്റിയത് കിട്ടാതെയായി. പിന്നെ ഇങ്ങനെ 2ാം കെട്ടും 3ാം കെട്ടിനൊക്കെ പോകേണ്ട അവസ്ഥ വരും. അപ്പൊ സമയത്ത് നടക്കേണ്ടത് ആ സമയത്ത് നടക്കണം. വിവാഹമല്ലാതെ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ആനന്ദിച്ചു ജീവിക്കാമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കുടുംബജീവിതത്തെ പോലെ ആനന്ദദായകമായ ഒരു ജീവിതം ഇവിടെ വേറെയില്ല. കല്യാണപ്പാടക്കെട്ട ജീവിതം കുറച്ച് എൻജോയ് ചെയ്യട്ടെ എന്നാ ചില ആളുകൾ പറയുന്നത്. വിവാഹ ജീവിതത്തെക്കാൾ സന്തോഷത്തോടെ കഴിയാൻ പറ്റിയ വേറൊരു സംവിധാനമില്ല. അപ്പൊ അതിന്റെ സമയത്ത് അത് നടക്കാതെ പോയാൽ അതിന് ഭൗതികവും ആത്മീയവുമായ പല അപകടങ്ങളും ഉണ്ടാവും. അപ്പൊ ആ അപകടങ്ങളിലേക്കൊന്നും പോകാതെ വിവാഹത്തിന്റെ സമയമെത്തിയാൽ കൃത്യമായ രീതിയിൽ ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആണും പെണ്ണും ചെയ്യേണ്ടത്. ആൺകുട്ടികളും അനാവശ്യമായി വൈകുന്ന ഒരു ശീലപ്പുണ്ട്. ചില ചെറുപ്പക്കാരൊക്കെ കണ്ടാൽ നമ്മൾ അറിയാതെ ചോദിച്ചു കുട്ടികൾ എത്ര ഉണ്ട് എന്ന്. അപ്പോഴാണ് ഓനോ ഒരു ഇഞ്ചി കടിച്ച ചൊണ്ണയായിട്ട് പറയും, പിന്നെ ഉസ്താദെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ വയസ്സെത്രയോടോ എന്ന് വെച്ച്, ഇല്ല 30 വയസ്സാകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ 40 കഴിഞ്ഞ് നുബുവത്ത് എത്തിയിട്ട് പെണ്ണെട്ടാൻ പോവാ. 30 വയസ്സെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം? നമ്മളെ പഴയ കാലത്തൊക്കെ CD വായലൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ കാസറ്റില് പേരോട് ഉസ്താദിന്റെ ഒക്കെ കാസറ്റ് കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഒരു ഭാഗം കേട്ടാ പിന്നെന്തായി നമ്മള് മറിച്ചിടലാണ്. 30 വയസ്സ് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഇയാളിപ്പോ 2ാം ഭാഗമാണ് ഓടണെന്നാ. ഇനി കുറഞ്ഞ കാലൂടി ഓടാനുള്ളൂ, ബാക്കി കഴിഞ്ഞ്. അപ്പൊ ഈ ആയുസ് നമ്മളെ കാത്തുക്കൂല. ഗവൺമെന്റ് പോലും 22 പറഞ്ഞിട്ട് നമ്മൾ 30ലേക്ക് എന്തിനാ പോണത്? പരമാവധി നേരത്തെ വിവാഹം ചെയ്താൽ ആണിനും പെണ്ണിനും ഒരുപാട് ഗുണമുണ്ട്. അതിലൊന്ന്, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മക്കളുണ്ടായാൽ ആ കുട്ടികളെ പഠിപ്പിക്കാനും കെട്ടിച്ചയക്കാനും ഒക്കെ നമുക്ക് വേഗം യുവാവാകുന്ന സമയത്ത് തന്നെ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നേരത്തെ മക്കളുണ്ടായ ആ കുട്ടികൾക്ക് ശാരീരികമായ ആരോഗ്യം വർദ്ധിക്കും. പ്രായമായിട്ടുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മിടുക്കുണ്ടാവും നേരത്തെ മക്കളുണ്ടായാൽ. ഇതേപോലെ പെൺകുട്ടികൾക്കും ഒരുപാട് ഗുണമുണ്ട്. വൈകിയാൽ ഒരുപാട് അപകടങ്ങളുണ്ട്. ഇന്ന് സ്ത്രീകളെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ രോഗങ്ങളിൽ ഒന്ന് സ്തനാർബുദബാധയാണ്. പണ്ടൊന്നും കേൾക്കാത്ത വിധം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാൻസർ വരാനുള്ള പ്രധാന കാരണങ്ങളെ കുറിച്ച് പറയുന്നത് ഒന്ന് വൈകിയുള്ള വിവാഹമാണ് എന്നാ. ഒരാളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ നേരത്തെ തന്നെ പ്രായപൂർത്തിയെത്തിയ ഒരു കുടുംബജീവിതത്തിന് ശരീരം തയ്യാറെടുത്തു കഴിഞ്ഞാൽ അതിന് അവസരം കൊടുക്കാതെ തടയപ്പെടുന്നത് ശരീരം പ്രതികരിക്കാൻ കാരണമാകും. ആ പ്രതികരണം ചിലപ്പോൾ സ്തനാർബുദമായിട്ടായിരിക്കും വരിക.
സന്താനങ്ങളുടെ എണ്ണം കുറക്കുന്നതാണ് സ്തനാർബുദത്തിന്റെ രണ്ടാമത്തെ കാരണമായി പറഞ്ഞത്. മൂന്നാമത്തെ കാരണം പറഞ്ഞത് മുലയൂട്ടാൻ മടി കാണിക്കുക എന്നതാണ്. ഇത് മൂന്നും സഗൗരവം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് പക്വത എത്തിക്കഴിഞ്ഞാൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുക. വിവാഹത്തിന് നമ്മൾ ഇസ്ലാം നിർദ്ദേശിച്ച ആ മാനദണ്ഡം പാലിച്ചു തന്നെയായിരിക്കണം നമ്മൾ പോകേണ്ടത്. ഇണയെ തെരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജീവിതത്തിൽ പലരും, മഹാഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ 98% ആളുകളും ഒരിക്കൽ മാത്രം നടത്തുന്ന ഒരു കാര്യമാണല്ലോ വിവാഹം എന്ന് പറയുന്നത്. അത് ആലോചിച്ചും പ്രത്യേകം കണ്ടെത്തിയും തന്നെയാണ് ഇണകളെ തിരഞ്ഞെടുക്കേണ്ടത്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടൊന്നും ആവണ്ട. നമ്മൾ നന്നായി അന്വേഷിച്ച് നമുക്ക് പറ്റിയതാണോ എന്ന് ഉറപ്പുവരുത്താം. അതിൽ ഉറപ്പുവരുത്തേണ്ടത് 2-3 സംഗതികളാണ് കാര്യമായിട്ട് വേണ്ടത്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് അവരുടെ ധാർമ്മികമായ നിലവാരത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുക എന്നതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് കാണാം, ഇയ്യാക്കും വഖലറാഅദ്ദമിൻ. വിവാഹം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പടുമുളകളെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. കൃഷിയോട് ഉപമിച്ചാണ് നബി തങ്ങൾ ഇത് പറയുന്നത്. കൃഷി ചെയ്യുന്ന ആളുകൾക്കറിയാം, പടുമുള എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനമല്ല. ഉമ്മമാര് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അതിന്റെ വേസ്റ്റ് വലിച്ചെറിയല്ലോ, അവിടുന്ന് മുളക്കണേനാണ് നമ്മൾ പടോള മുളച്ചതെന്ന് പറയല്. അങ്ങനെ മുളച്ചതിന് നിങ്ങൾ വിവാഹത്തിൽ തെരഞ്ഞെടുക്കരുത് കേട്ടോ, ആണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും. നബി തങ്ങൾ അത് വിശദീകരിച്ചു പറഞ്ഞു. എന്താണ് ഖലറാഉദ്ദമിൻ എന്ന് പറഞ്ഞാൽ? അൽ മർഅത്തുൽ ഹസന ഫി മംബിത്തിസ്സൂ, മോശപ്പെട്ട കുടുംബാന്തരീക്ഷത്തിൽ പിറന്ന സൗന്ദര്യമുള്ള പെൺകുട്ടി. ആൺകുട്ടിക്കും അത് ബാധകമാണ്. ഉമ്മയും ബാപ്പയും മോശപ്പെട്ട നിലവാരത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ കുട്ടീനെ കാണാൻ നല്ല ചൊറുക്കുണ്ട്, ചെക്കനെ കാണാൻ നല്ല ചൊങ്കുണ്ട്. ഉമ്മയും ബാപ്പയോ ദീനിയായിട്ട് വളരെ പരിതാപകരമാണ്. ഇതിന് പടുമുള എന്നാ പറയാ. ഇത് ഒറിജിനൽ കൃഷിയല്ല. നിങ്ങൾ അത് സൂക്ഷിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെ ഗുണമേന്മ, വിത്ത് ഗുണം 10 ഗുണാണ്. ആ മാതാപിതാക്കളുടെ ദീനിയായ മതപരമായ ധാർമ്മികമായ നിലവാരം അത് നമ്മൾ കിട്ടണമെങ്കിൽ നല്ല മാതാപിതാക്കളെ മക്കളെ ആയിരിക്കണം നമ്മൾ ഭാര്യയായും ഭർത്താവായും തിരഞ്ഞെടുക്കേണ്ടത്. അതെല്ലാവരും കർശനാക്കിയാൽ മാതാപിതാക്കൾ തന്നെ നന്നാവും. കാരണം മക്കൾ ചെലവാണെങ്കിൽ ഓല നന്നാവേണ്ടി വരും. അപ്പൊ മാതാപിതാക്കൾ നല്ലവരാകുക എന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. സമ്പത്തിനെ ഇസ്ലാം അങ്ങനെ കാണുന്നില്ല. ഫത്ഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ, ഇസ്ലാമിൽ കുഫു നോക്കുന്നിടത്ത് പണം നോട്ടമില്ല എന്നാണ്. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഓല് നമ്മൾ കുഫു നോക്കൂലെന്തേ, ഓല് വലിയ പൈസക്കാരാ, നമ്മൾ പൈസ ഇല്ലാത്തല്ലോ. പൈസ ഉള്ളതും ഇല്ലാത്തതും കഫാത്തിന് ഒരു മാനദണ്ഡമല്ല. മഹാനവറുകൾ പറയുന്നത് അത് ലില്ലുൻ സായിലുൻ, നീങ്ങിപ്പോകുന്ന ഒരു നിയലാണ് പണം എന്ന് പറഞ്ഞ്. നമ്മളൊക്കെ അനുഭവത്തിൽ നമ്മൾ കണ്ടതല്ലേ. ഒരായുസ്സിൽ നമുക്ക് ധാരാളം ആളുകൾ അങ്ങനെ കാണാൻ പറ്റും. നിയലെന്താണ് അവസ്ഥ? നമ്മളെ നാട്ടില് നേരം വെളുത്താൽ നിയലുണ്ടാവല് പടിഞ്ഞാറോട്ടായിരിക്കും അല്ലെ. ഉച്ച കഴിഞ്ഞാൽ ആ നിയല് നേരെ കേക്കോട്ട് പോകൂലേ. അതേമാതിരി ആ പണം. ഇന്നലെ പണക്കാരനാവൻ ഇന്ന് പാപ്പറാകും, ഇന്നത്തെ പാവപ്പെട്ടവൻ നാളത്തെ പണക്കാരനാവും. നിങ്ങൾ എന്നെ ഓർമ്മയിലൊന്ന് കൊണ്ടുവന്ന് നോക്കി, എത്ര ആളെ നിങ്ങൾക്ക് ഓർത്ത് പറയാൻ പറ്റും? കുത്തുവാള എടുത്ത് നടന്ന നമ്മളെ വീട്ടുമുറ്റത്ത് ഒരു കഞ്ഞി കിട്ടുമെന്ന് ചോദിച്ചു വന്ന ആളുകൾ ഇന്ന് വലിയ സമ്പന്നരാണ്. അപ്പൊ ആരും അതൊരു മാനദണ്ഡമായി എടുക്കണ്ട. ദീനിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ പതിവ് എന്താണെന്ന് അവിടുന്ന് പറഞ്ഞു. തുങ്കഹുൽ മർഅതു ലിഅർബ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ. ജനങ്ങൾ ഇണയെ തിരഞ്ഞെടുക്കുമ്പം അവരെ സമ്പത്ത് പരിഗണിക്കാറുണ്ട്, അവരെ സൗന്ദര്യം നോക്കാറുണ്ട്, അവരെ തറവാട് നോക്കാറുണ്ട്, ദീനും നോക്കാറുണ്ട്. ഇത് 4 പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു ഫൽഫർ ബിദീനിഹാ, എന്നാൽ ബിദാത്തിദ്ദീൻ, ദീനുള്ളവളെ വരിച്ച് നീ വിജയം പുൽകിക്കോ എന്നാണ്. അപ്പൊ ദീനുള്ള ആണും ദീനുള്ള പെണ്ണും മതബോധമുള്ള ആ സൗന്ദര്യം, അതാണ് എന്നും നിലനിൽക്കുന്ന നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സൗന്ദര്യം എന്ന് പറയുന്നത്. അതിന് പരിഗണന കൊടുത്തുകൊണ്ട് ഇണയെയും തുണയെയും തെരഞ്ഞെടുക്കുക. ഒരു കാരണവശാലും ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കണ്ട
പാർക്കിൽ വെച്ച് പരിചയപ്പെട്ട അല്ലെങ്കിൽ ക്ലാസ്സിൽ വെച്ച് കണ്ടുമുട്ടിയ ആരെങ്കിലും ഒക്കെ അവരോടൊരു കൃഷി തോന്നി, പിന്നെ അതിങ്ങനെ മൂത്ത് പഴുത്തിങ്ങനെ 3-4 കൊല്ലം കൊണ്ടു കടന്ന് അങ്ങനെ ഉമ്മയും ബാപ്പയും ഒക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു നിലക്കും സാംസ്കാരികമായി നിലവാരമില്ലാത്തവരാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അത് വേണ്ട മോനെ വേണ്ട മോളെ എന്ന് പറഞ്ഞപ്പോൾ അതല്ല, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഓന്റെ കൂടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടിക്കൂടി വരികയാണ്. നമ്മൾ അറിയേണ്ടത് കുടുംബജീവിതം എന്നത് ഒരു അക്കരപ്പച്ചയാണ്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു അതാണ് ഉഷാറ്, ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു ഇതാണ് ഉഷാറ്. യഥാർത്ഥത്തിൽ അത് അനുഭവിച്ചവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാവണം ഇണയും തുണയും തിരഞ്ഞെടുക്കേണ്ടത്. മാതാപിതാക്കളെയും കുടുംബത്തിന്റെയും അംഗീകാരമില്ലാതെ എവിടെന്നെങ്കിലും കണ്ടവന്റെ കൂടെ ഓടിപ്പോകാനോ ചാടിപ്പോകാനോ തുനിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ചാടാൻ പോകുന്നത് വറവച്ചട്ടിയിലേക്കാണ്. ഒരിക്കലും കുടുംബജീവിതം കൊണ്ട് നമ്മൾ നേരത്തെ എണ്ണിപ്പറഞ്ഞ ലക്ഷ്യങ്ങളുണ്ടല്ലോ, ജീവിതത്തിലെ സമാധാനം, സന്തോഷം, സ്വാലിഹീങ്ങളായ മക്കൾ, ഇതൊന്നും അവിടുന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളെ താൽക്കാലികമായ വികാരത്തിനടിമപ്പെട്ട് നമ്മൾ ഒരു കാരണവശാലും ആ രീതിയിലേക്ക് എടുത്തു ചാടിപ്പോകരുത്. ഇനി ഏതെങ്കിലുമൊക്കെ ആർക്കെങ്കിലും മനസ്സിന് അങ്ങനെ തോന്നി പരിചയമുള്ളവരാണെങ്കിൽ മാതാപിതാക്കളോടൊക്കെ വിവരം പറഞ്ഞ് അവരന്വേഷിച്ച് അവരുടെ ധാർമ്മികമായ ചുറ്റുപാടുകളൊക്കെ യോജിച്ചതാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിഷയമൊന്നുമില്ല. അവിടെ എല്ലാ വിഷയത്തിലും അവരെ പരിഗണിക്കാതെ പോയാൽ ഈ വിഷയത്തിന്റെ അവസ്ഥ എന്താണെന്നറിയങ്ങള്, ഇത് ഇന്നിങ്ങോട്ട് ഓടിപ്പോയിട്ട് കാര്യമില്ല. ഇനി നാളെ നിങ്ങൾ ഗർഭിണിയാവും. ഇതൊന്നും ഒറ്റയ്ക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റിയ സംഗതിയല്ല. അവിടെ നോക്കാൻ ആള് വേണ്ടി വരും, കൂടെ നിൽക്കാൻ ആള് വേണ്ടി വരും, സമൂഹത്തിന്റെ പിന്തുണ വേണ്ടി വരും. ഇങ്ങനെ കുടുംബം എന്ന് പറയുന്നത് വലിയൊരു കൂട്ടുസംരംഭമാണ്. അത് മുന്നോട്ട് പോകാൻ കൂട്ടായ്മ തന്നെ ആവശ്യമാണ്. ഒറ്റക്ക് കുടുംബത്തിൽ നിന്ന് തെറിച്ചു പോയാൽ സമാധാനം കിട്ടൂല. അപ്പൊ അതിലാരും ചെന്ന് ചാടരുത്. പിന്നെ പലപ്പോഴും വലിയ കുഴിയിൽ ചെന്ന് ചാടുകയും ചെയ്യും. അടുത്തറിയുമ്പോഴാ പിന്നൊക്കെ ബോധ്യപ്പെടുക. കുറച്ച് കഴിഞ്ഞാൽ വേഗം ബോധ്യപ്പെടും. ഒരു പുസ്തകത്തിൽ വായിച്ചത് ഓർക്കുകയാണ്. രണ്ടാളുകൾ തമ്മിൽ സ്നേഹത്തിലായി. അവരൊരു പാർക്കിൽ ചെന്നപ്പോ ഇങ്ങനെ കണ്ടുമുട്ടിയതാണ്. ചെറുപ്പക്കാരനെ ഇവൾക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു, അവളെ ഓനും ഇഷ്ടപ്പെട്ടു. ചെറുപ്പക്കാരന് ഇഷ്ടപ്പെടാൻ കാരണം എന്താ പറയുക, ഓൻ്റെ ഒരു കുറ്റുറപ്പും സെറ്റപ്പും ഒക്കെ നല്ല ഇൻസൈഡൊക്കെ ആക്കി ഇങ്ങനെ നല്ല പാൻറ്റും കൂട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ അവനോടൊരു താല്പര്യം. ഇവളെ അവൻ ഇഷ്ടപ്പെട്ടത് അവളെ ചിരി കണ്ടിട്ടാ. ഒരാൾക്ക് ഒരാളോട് താല്പര്യം എന്തെങ്കിലും ഒന്ന് മതി. ചിലപ്പോൾ ഒരു വർത്താനായിരിക്കും, ചിലപ്പോൾ ഒരു പാട്ടായിരിക്കും, ചിലപ്പോൾ ഒരു കവിത എഴുതിയതായിരിക്കും. ഇവള് ചിരിച്ചപ്പോൾ അതിലാണ് ഇവൻ വീണുപോയത്. അങ്ങനെ കുടുംബത്തിന്റെ വിയോജിപ്പൊന്നും പരിഗണിക്കാതെ ഇവർ രജിസ്റ്റർ വിവാഹം ചെയ്തു. ഇവർ റൂമെടുത്ത് താമസം ആരംഭിക്കുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ ഉറങ്ങാൻ നേരത്ത് ഓള് വായിൽ കൈയിട്ട് എന്തോ ഒരു സാധനം മേശന്റെ വിൽപ്പിൽക്ക് വെച്ചു. സുബ്ഹാനല്ലാഹ്, അതെന്താ? ഓനെ ആകർഷിച്ച സാധനമാണത്. ആ പല്ല, ഇത് വെപ്പുവല്ലായിരുന്നു. ഇതിപ്പോഴാ തീരും. ഓൻ ഉറങ്ങാൻ നേരത്ത് മുട്ടുംകാലമെന്ന് ഇങ്ങനെ ഒരു സ്ക്രൂ അയക്കുന്നുണ്ട്. ഏതാ മുട്ടിന്റെ തായോട്ട് വെച്ച കാല പാൻറ്റും സൂട്ടിട്ടാൽ ഇതറിയോ? ഓൾ അത് കണ്ടിട്ട് ഓന്റെ കൂടെ പോന്നു. അപ്പൊ ഇതേമാതിരിയാണ് പലപ്പോഴും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല, അടുത്തെത്തിയതിന് ശേഷമാണ് ഇതിന്റെ അബദ്ധം മനസ്സിലാവുക. അപ്പൊ കുടുംബത്തിന്റെ പിന്തുണയോടെ മാത്രം വിവാഹം ചെയ്തെങ്കിലേ വിവാഹത്തിന് നമ്മൾ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഇണകളെ കണ്ടെത്തി അവിടെ നമ്മൾ കാണാൻ പോവാണ്. അവിടെ ഇസ്ലാം പറയുന്നു, നിങ്ങൾക്ക് ഉറപ്പാണ്, ഉമ്മ കണ്ട് വാപ്പ കണ്ട് മതി എനിക്കൊന്നും പറയണ്ട. അവിടെ പരസ്പരം കണ്ട് ബോധ്യപ്പെടുക തന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ അത് സുന്നത്ത് കൂടിയാണ്. വിവാഹത്തിന്റെ മുന്നോടിയായി ആണും പെണ്ണും തമ്മിൽ ഒന്ന് കാണൽ സുന്നത്താണ്. അതിന് നോക്കേണ്ടത് മുഖവും മുൻകൈയുമാണ്. അത് രണ്ടും നോക്കൽ സുന്നത്താണ്. അങ്ങനെ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം സമ്മതം കൊടുത്താൽ മതി. ഇത് ഇസ്ലാം വെച്ചൊരു കാര്യമാണ്. അങ്ങനെയുള്ള ചടങ്ങുകൾ ഇസ്ലാം അനുവദിച്ചതിൻ്റെ പരിധിയിൽ നിൽക്കണം. പലപ്പോഴും കാണാൻ പോകുന്ന സമയത്ത് ചില ആളുകളൊക്കെ ഇപ്പൊ അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്, വേറെ ഒരു 3-4 കൂട്ടുകാരിയായിട്ട് പോകും. എന്നിട്ട് അവരെ മുമ്പിലേക്ക് മൊത്തം ഇറങ്ങി വരണം. ഇപ്പോൾ ബാത്റൂം വെള്ളമൊക്കെ ആയിട്ട് ഇവൻ ഇഷ്ടപ്പെട്ടാലും മറ്റോൽക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ആർക്ക് കൂടെ വന്നു കാണാൻ, ഇവന്റെ കൂടെ വന്നു. അങ്ങനെ ഓലോട് അഭിപ്രായം ചോദിക്കുക, എങ്ങനെ ഉണ്ടടാന്ന്. ഇത് പോരടാ, നമ്മളടുത്തതിന് പോവാ. എനിക്ക് ഇഷ്ടപ്പെട്ടാണല്ല, എനിക്കിഷ്ടമില്ലാത്ത എനിക്കും വേണ്ട. കൂട്ടുകാരന്റെ ഇഷ്ടത്തിന് ഇവന്റെ ഇഷ്ടേ. അങ്ങനെ 8ഉം 10ഉം 15ഉം ഒക്കെ കാണാൻ പോയിട്ട് ഓർലിക്സ് എന്ന് പേര് വീണ ആൾക്കാരുണ്ട്, അങ്ങനെ ബൂസ്റ്റ് എന്ന് പേര് വീണ. കാരണം ഇത് പോയി കുടിച്ചെന്നെ പണി.
ഇതൊന്നും ഉറക്കണില്ല. ഓരോ പരയെ കയറി ഇറങ്ങുക. ആരെ അഭിപ്രായം നോക്കണത്? കൂട്ടുകാരൻ്റെ അഭിപ്രായം. ഇതൊരിക്കലും നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഒരാളും കൂട്ടുകാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓലെ മുറ്റത്ത് കറക്കിയിട്ട് കൊടുക്കുകയും വേണ്ടതില്ല. കാണാൻ വരുന്നവൻ ആരോ അവന് മാത്രമേ പെൺകുട്ടിനെ കാണിച്ചു കൊടുക്കേണ്ടതുള്ളൂ. കൂടെ വരുന്ന ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പാടില്ല, ഹറാമായ കാഴ്ചയാണ്. പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉറക്ക അല്ലെ, ആദ്യം പോയി കാണും, പിന്നെ പെൺകുട്ടികളൊക്കെ ഒന്ന് പോയി കാണും. പെങ്ങന്മാര്, ഉമ്മയെ അല്ലെങ്കിൽ ഞളാന്മാരോ മൂത്തന്മാരോ ഇവലക്കാരും ഒന്ന് പോയി കാണും. എന്താന്ന് വെച്ചാൽ ഈ ആണ് കാണൽ ഇപ്പൊ ഈ മുഖവും കൈയും മാത്രമാണല്ലോ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനാണ് ഈ പെണ്ണുങ്ങൾ പണ്ടൊക്കെ പോലെ. എന്നിട്ട് ഓല് വലിയ ഐഡിയ ഉള്ള ആളുകളാ. ഓല് മഴ ഒന്നും കിട്ടുകയെന്നറിയും മുറ്റത്തിന്റെ ഒരു സ്ഥലത്ത് നിന്നിട്ട്. അങ്ങനെ ഓള് വരുമ്പോൾ നടത്തം നോക്കും, വല്ല മുടന്തുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ നോക്കുമ്പോൾ ചെക്ക് ചെയ്യും. അതുപോലെ പല രീതിയിലുള്ള ചെക്കിങ് പോലും നടത്തും. അതിനൊന്നും വിരോധമല്ല, ആൾക്ക് അങ്ങനെ നടക്കട്ടെ. എന്നാൽ അതിന്റെ കൂടെ ഇപ്പൊ പുതിയൊരു സംഗതി അതപ്പം കാണും. പണ്ടൊക്കെ നമ്മൾ ഈ ഉറച്ചു എന്നുള്ളതിന്റെ തെളിവായി എന്തെങ്കിലും ഒരു പാക്ക് മുട്ടായി ഒക്കെ കൊടുത്ത് പോരലുണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ ഒരു വിഷയമല്ല. ഒരു കൈ കൊള്ളാൻ മാത്രമുള്ള ഒരു മുട്ടായി പാക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുക്കും. അതെന്തിനാണ്? നമുക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളതിനാ. മിഠായി കൊടുക്കാതോട് പോന്നാലോ എന്നാ ഇഷ്ടമായിട്ടില്ല എന്നുള്ളതിനോ എന്നാ പിന്നെ അത് ഉള്ളതുകൊണ്ട് പറയണ്ടല്ലോ. ആ നിലക്ക് ഇങ്ങനെ പോകുന്ന ഒരു നാട്ടാചാരാണ്. അതൊരു തെറ്റായ സംഗതിയൊന്നുമല്ല. പക്ഷെ അതൊക്കെ ഇപ്പൊ ഇങ്ങനെ വികസിച്ച് എല്ലാത്തിലും അങ്ങനെയാണല്ലോ. ഇപ്പോ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം കൂടി എടുക്കുക. പുതുക്കത്തിന് പോണ മാതിരിയാണ് ആദ്യമായിട്ട് പെൺകുട്ടീനെ കാണാൻ പോണത്. അതെല്ലാ കുടുംബത്തിനും ഓരോരുത്തർ വേണമെന്നാണ് നിബന്ധന. എന്നിട്ട് വരുന്ന ഒരാളെ തോളിൽ ഒരു കപ്പല്, ആ കപ്പലിൽ നിറച്ചും മുട്ടായി. വേറൊരാളെ തോളിലുള്ളത് വേറെ JCB, അതിൽ ഫുള്ളായിട്ട് മുട്ടായി. വേറൊരാളെ കയ്യിലാണെങ്കിൽ പിന്നെ ഒരു ടിപ്പർ ലോറി, അതിലും മുട്ടായി. ഇങ്ങനെ വേറെ കുറെ പെൺകുട്ടികൾ ഡ്രസ്സ്. അതുമല്ല കൊടുത്തോട് പോരാണോ? അതുമല്ല, നല്ലൊരു വീഡിയോ പിടിക്കാൻ ഒരാളെ കൊണ്ടുപോയി ഇവര് പുരയെന്ന് ഇറങ്ങണത്, അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണത്, പിന്നെ അവിടെ നിന്ന് എടുത്ത് തോളിൽ വെക്കണത്, പിന്നെ മന്നം നടക്കണത്, കൊടുക്കണത്, എടുക്കണത്, പിടിക്കണത്, ഇതെല്ലാം കൂടി എടുത്തിട്ട് പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ കിടണം. ഇത് വരുന്നതോടെ പിന്നെ പെണ്ണുങ്ങളല്ലേ ഓല് പറയും ഇപ്പൊക്കെ അങ്ങനെയാണ്, അങ്ങനെയല്ല ഞങ്ങൾ പോരൂല എന്നറിയും. അങ്ങനെ ആണുങ്ങൾ നിർബന്ധിതരായി. ഓനും പിന്നെ ഒരു ബേക്കറി ആയിട്ടാണ് പിന്നെ ഈ കാണാൻ പോണത്. എന്തിനാണ് നമ്മൾ ഈ രീതിയിൽ? ഇതൊക്കെ നമുക്ക് അറിയണ സാധനമല്ല. മുട്ടായിയൊക്കെ തിന്നണതിന് ഒരു പരിധിയില്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി പുതിയ ദുരാചാരങ്ങളും ദൂർത്തും നമ്മളെ കുടുംബത്തിലേക്ക്. ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തറവാടിന്റെ അടിക്കല്ലിടലാണ്. ഒരു പൊരക്ക് തറക്കല്ലിടാണ് നമ്മൾ എത്ര സൂക്ഷ്മത പാലിക്കുന്നുണ്ട് അല്ലേ? ഒരു പൊരക്ക് തറക്കല്ലിടുമ്പോൾ നമ്മളൊക്കെ കരുതുന്നെന്താ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാക്കുന്ന സാധനമാണ് ഒരു വീട്. അത് നല്ല മട്ടത്തിലാട്ടെ നൽകി അതിൻ്റെ സ്ഥലം റെഡിയായി നമ്മൾ ഉറപ്പുവരുത്തും. എന്നിട്ട് ആരെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് കാണിക്കും. ഇനി തറക്കല്ലിടുന്നതിന് മുമ്പ് പ്ലാന് 100 വട്ടം ആലോചിക്കും. തറക്കല്ലിടാൻ വേണ്ടി നല്ലൊരു മനുഷ്യൻ, ബിസ്മില്ലിടാൻ വേണ്ടി കട്ടിൽ വെക്കാൻ വേറൊരു മനുഷ്യൻ, ഗൃഹപ്രവേശത്തിന് മറ്റൊരു നല്ല ആള്. ഇങ്ങനെ പരമാവധി ദീനുമായിട്ട് ചേർന്ന് നമ്മൾ പോണെന്തുകൊണ്ടാ? ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു വീടല്ലേ, അതതിൻ്റെ മട്ടത്തിലാട്ടെ എന്ന് കരുതിയിട്ടാ. എന്നാൽ അതിലും വലുതാണ് ഒരു തറവാടിന്റെ തറക്കല്ലിടുക എന്ന് പറഞ്ഞത്. അവിടെ നമ്മൾ അയകൊയമ്പൻ നയം സ്വീകരിച്ച് അള്ളാഹു അനുവദിക്കാത്ത ദൂർത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യരുത്. അവിടൊക്കെ നമ്മളെ മാന്യത അനുസരിച്ച് പണ്ടൊക്കെയുള്ള ആൾക്കാർ ചെയ്ത മാതിരി സന്തോഷത്തിന് എന്തെങ്കിലും ഒരു ചെറിയ മുട്ടായിപ്പേക്കെങ്കിലും കൊടുത്ത് നമ്മളെ ഓക്കാക്ക. ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ തൊള്ളോണ്ട് പറയാം, നമുക്ക് വാങ്ങലും കൊടുക്കലൊക്കെ പിന്നെ ആക്കാലോ അല്ലെ. അൽഹംദുലില്ലാ. ഇപ്പൊ നമ്മളൊരു ദുരാചാരത്തിന് മാതൃകയാകണ്ടെന്ന് തുറന്നു പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു മഹല്ലാവണം നമ്മുടേത്. അത് നമ്മൾ തീരുമാനിച്ചാൽ നടക്കാവുന്നേ ഉള്ളൂ. അത് മഹല്ല് കമ്മിറ്റിന്റെ ശാസനന്റെ ആവശ്യമൊന്നുമില്ല, 10 കൽപ്പന പുറപ്പെടുവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരും കൂട്ടായിട്ടൊന്ന് ചർച്ച ചെയ്താൽ തന്നെ നമ്മൾ സ്വയം തീരുമാനിച്ചാൽ നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആവശ്യമില്ലാത്ത ദുരാചാരങ്ങൾ എല്ലാ വിഷയത്തിലും കടത്തിക്കൊണ്ടുവരരുത്. അങ്ങനെ സമ്മതമായി കഴിഞ്ഞാൽ വിവാഹത്തിന് ഒരു ഡേറ്റ് കാണണം. അതിന് നമ്മൾ നിശ്ചയം എന്നിട്ട് ഒരു ചടങ്ങുണ്ടാവും. ചിലപ്പം ഭർത്താവിന്റെ നാട്ടിലേക്ക് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഭാര്യന്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരും. അങ്ങനെ നിശ്ചയം നടത്തും. അത് എല്ലാവരും കൂടി വലിയൊരു പരിപാടിയാവേണ്ട ആവശ്യമൊന്നുമില്ല. മഹല്ലിന്റെ 2 പ്രതിനിധികളും 2 കുടുംബത്തിന്റെ 4-5 ആളോ ഉണ്ടായി പരമാവധി ചെലവ് കുറക്കുക. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും നബിതങ്ങൾ പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഏറ്റവും ബറക്കത്തുള്ള വിവാഹം ഏതാണ്? ചെലവ് ഏറ്റവും കുറഞ്ഞ വിവാഹമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എല്ലാവരോടും സമ്മതം എടുക്കുക, ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പോകണ്ട കേട്ടോ, ചെറിയൊരു നിശ്ചയം, ചിലപ്പോൾ ഞങ്ങൾ അടുത്ത മാസത്തേക്കെങ്ങാനും വെക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കുറഞ്ഞ 10 കുറഞ്ഞ ആള് മതി ഒരു നിശ്ചയത്തിനൊക്കെ പോണത്. അതിനൊക്കെ വലിയ ചടങ്ങാക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരെ പേരും പെരുമയും അനുസരിച്ച് അങ്ങനെ ആക്കിയില്ലെങ്കിൽ ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അത് അവരോട് പറഞ്ഞ് സമ്മതം വാങ്ങി പോയിട്ട് ഡേറ്റ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇസ്ലാമില് സുന്നത്തായ കുറെ കാര്യങ്ങൾ അതൊക്കെ നമ്മളിവിടെ മറന്നുപോവുകയും ഇസ്ലാം വിരോധിച്ചത് കുറെ കടന്നുകൂടുകയും ചെയ്യുന്ന ചുറ്റുപാടാണ് ഇപ്പോൾ ഉള്ളത്. വിവാഹത്തിന് ഏറ്റവും നല്ല മാസമുണ്ട്, നിക്കാഹ് നടത്താൻ ഏറ്റവും നല്ല മാസം ഏതാ? ഈ വരാൻ പോകുന്ന റമളാൻ കഴിഞ്ഞ് ശവ്വാൽ മാസം ഉണ്ടല്ലോ, ശവ്വാലാണ് വിവാഹത്തിന് ഏറ്റവും നല്ല മാസം എന്നാ. അതിന്റെ ഒരു കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച മാസാണ് ഒന്ന്. രണ്ടാമത് ശവ്വാൽ മാസത്തിന്റെ പ്രത്യേകത എന്താ? റമളാൻ കഴിഞ്ഞ് ഉടനുള്ള മാസ. റമളാൻ എന്ന് പറഞ്ഞാല് ഒരു സംസ്കരണത്തിന്റെ മാസ. നമ്മളെ മനസ്സും ശരീരവും നോമ്പെടുത്ത് തഹജ്ജുദ് നിസ്കരിച്ച് തറാവീഹ് നിസ്കരിച്ച് ജമാഅത്തിൽ പങ്കെടുത്ത് ഖുർആൻ ഓതി ശരീരം മനസ്സ് ശുദ്ധിയായ മാസം. ആ മാസത്തിലൊരു വിവാഹം കഴിഞ്ഞ് ആ മാസത്തിൽ തന്നെ നമുക്കൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ആ വിശുദ്ധി ആർക്കും ഉണ്ടാവുന്ന, ആ കുട്ടിക്കും ഉണ്ടാവും, ആ തലമുറക്കും ഉണ്ടാവും. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ, ഗൾഫുകാർക്കൊന്നും പറ്റിക്കോണമെന്നില്ല, എപ്പോഴും സാധ്യമാകുന്നവരൊക്കെ നല്ലതെന്താണ്? ശവ്വാലിലേക്ക് വിവാഹം നിശ്ചയിക്കലാണ്. പിന്നെ ദിവസമുണ്ട് ഇസ്ലാമിൽ, നിക്കാഹ് എന്ന ചടങ്ങ്, അതാണല്ലോ പ്രധാനം. അതിന് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് എന്നാ. നമ്മളൊക്കെ ആദ്യം തന്നെ കലണ്ടർ എടുത്തിട്ട് ചുവന്ന അക്കുള്ള ദിവസം ഏതാന്നാ നോക്കുക. അതിൽ പെസഹ വ്യാഴം ഉണ്ടാവും, അതുപോലെ തന്നെ പലതും ഉണ്ടാവും, ദുഃഖവെള്ളി ഉണ്ടാവും, അങ്ങനെയൊക്കെ കാണും. നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട. നമ്മൾ വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ചയാണ് നിക്കാഹ് ഏറ്റവും ഉത്തമം. ഇനി സമയം ഏതാ നോക്കേണ്ടത്? മഹലിന്റെ ഭാരവാഹികളെ ഓർമ്മയിൽ ഇത് ഉണ്ടാവണം, കാരണം അവരാണല്ലോ ഇത് നിശ്ചയിക്കാൻ പോകുക. അപ്പൊ ആദ്യം ഇതാ അവരോട് പറയുന്നുണ്ട്, ചൊവ്വാല് പറ്റുമോ നോക്കുക. എല്ലാവർക്കും പറ്റൂല, എന്നാ വെള്ളിയാഴ്ച ഏകദേശം ആക്കും പറ്റൂലേ? അത് പറ്റും. ഇനി സമയം ഏതാ? രാവിലെയാണ്. നമ്മളാ ഉറക്കം വരുന്ന അസറിന്റെ ശേഷമല്ല, എല്ലാവരും അസറിന്റെ ശേഷത്തേക്കാ വെക്കല്. അതല്ല നല്ലത്, രാവിലെയാണ്. അതാണ് നിക്കാഹിന് നല്ല സമയം, ബറക്കത്തുള്ള സമയമാണ്. നബി തങ്ങൾ ദുആയിരുന്നല്ലോ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ സമുദായത്തിന്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ. അപ്പൊ ആ രാവിലെ തന്നെ നിക്കാഹ് നടത്താൻ പറ്റുമോ നോക്കുക. പിന്നെ നമുക്ക് നോക്കേണ്ടത് എവിടെ വെച്ചാണ് നിക്കാഹ് നടത്തേണ്ടത്? വധുവിന്റെ വീട്ടിലോ വരന്റെ വീട്ടിലോ കല്യാണ മണ്ഡപത്തിലോ? അവിടെ ഒന്നുമല്ല, അള്ളാഹുവിന്റെ വീട്ടിൽ വെച്ചാണ്. പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുന്നതിന് ഒരു പ്രത്യേക ബർക്കത്തുണ്ട്. അപ്പൊ ഇത് നാലും പരിഗണിക്കാൻ പറ്റുകയാണെങ്കിൽ ആ നിക്കാഹ് നല്ല ഖൈറുള്ള നിക്കാഹാണ്. ശവ്വാൽ മാസം, വെള്ളിയാഴ്ച ദിവസം, രാവിലെ സമയം, അള്ളാഹുവിന്റെ പള്ളി സ്ഥലം, ഈ നാലും പരിഗണിക്കാൻ പറ്റുമെന്നാണ് നിശ്ചയത്തിന്റെ ചടങ്ങിന് പോകുന്നവർ ആദ്യമായി ആലോചിക്കേണ്ടത്. പിന്നെ പറ്റാവുന്നിടത്തോളം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നിശ്ചയിക്കും. അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിക്കാഹ് ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് പോകുമ്പം നല്ല ആളുകളെ ധാരാളം അവിടെ സംഘടിപ്പിക്കാം. ഒരു നിക്കാഹിന്റെ സദസ്സിൽ കുറെ നല്ല ആൾക്കാരുണ്ടായാൽ അതിനൊരു ബർക്കത്തുണ്ട്. അതെല്ലാം പുതിയ തലമുറനെ മാത്രം, ചെറുപ്പക്കാരെ മാത്രം പറഞ്ഞേക്കരുത്. കാരണന്മാർക്കൊക്കെ ഇപ്പം അങ്ങനെ ഒരു മടിയാ. അത് കുട്ടികൾ പോയിക്കോട്ടായിരുന്നു, ഓലിങ്ങനെ വയ്യോട്ട് വയ്യോട്ട്, എന്നിട്ട് ഓല് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ഓല പ്രായത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കളി കളിക്കുമല്ലോ കുട്ടികൾ. ഓലെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മുന്നിൽ ചെന്ന് അവരെ നിയന്ത്രിക്കാനും ഓൽക്ക് മാർഗദർശനം നൽകാനും ഉണ്ടാവണം. അപ്പം കാരണന്മാരായ ആളുകളും ഉസ്താദുമാരും ഒക്കെ ചെല്ലണം. എന്നിട്ട് ഈ നിക്കാഹ് നടത്തി കൊടുക്കുന്ന വലിയന്റെ അടുത്തും അതുപോലെ പുതിയാപ്പളുടെ അടുത്തും നിൽക്കേണ്ടത് നല്ലോണം ചെട് കേൾക്കണ, പിന്നെ ഈ ഒരു സാക്ഷിയാകാൻ പറ്റിയ ആദിലിങ്ങളായ ആളുകളാണ്. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കയറിക്കും. ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ ഈ പുതിയാപ്പള ഇറങ്ങുമ്പോൾ ഒക്കെ ഓൻ്റെ കൂട്ടുകാരനാണ് ഓൻ്റെ ഇരുത്തിയിരിക്കേണ്ടത്, ഫോട്ടോ അവിടെ നിങ്ങൾ ഇരുന്നോളി, ഇറങ്ങുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഓൻ്റെ കൂടെ ഇരുന്നോട്ടെ. എന്നാൽ നിക്കാഹിൻ്റെ അടുത്തിരിക്കണ ആരായിരിക്കണം? നാട്ടിൽ ഏറ്റവും മാന്യന്മാരായിരിക്കണം. ഇവര് പറയുന്നത് കേൾക്കണം. നാവനങ്ങൾ കണ്ടാൽ പോരാ, അതോടൊപ്പം കാണുകയും വേണം. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു 2 സാക്ഷികളെങ്കിലും ഇവരെ അടുത്ത് തന്നെ ആദിലീങ്ങളായ ആളുണ്ടാവണം, നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ അങ്ങനെ നല്ല മനുഷ്യന്മാരെ അടുത്തിരുത്തി നിക്കാഹ് നടത്താം.
നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഭാഗമായുള്ള ഒരു പ്രധാന സുന്നത്ത് വലീമത്ത് കൊടുക്കലാണ്, സദ്യ കൊടുക്കലാണ്. ആ സദ്യ സുന്നത്താണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് വന്നു. അപ്പൊ വല്ലാത്തൊരു സുഗന്ധം ഇങ്ങനെ പരന്നു. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല അബ്ദുറഹ്മാൻ എന്തോ വിശേഷം ഉണ്ടായോ എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പരിങ്ങനെ തലേ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അവർ ചെറിയൊരു കല്യാണം കഴിച്ചു നബി എന്ന്. അപ്പൊ അന്നത്തൊക്കെ കല്യാണത്തിന്റെ ലാളിത്യങ്ങൾ ആലോചിക്കണം. നബിതങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറഞ്ഞാൽ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളും ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹാബിയാണ്. ആ സ്വഹാബിന്റെ കല്യാണം നബിതങ്ങൾ അറിഞ്ഞില്ല. നബിതങ്ങൾ പറഞ്ഞു, അങ്ങനെ ചെറുതാക്കരുത്, ഔലിം വലോബിഷാ, ഒരാടിനെ അർത്ഥെങ്കിലും വലീമത്ത് കൊടുക്കണം, കല്യാണ സദ്യ കൊടുക്കണം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് നബിതങ്ങൾ നിർദ്ദേശിക്കാൻ. അപ്പൊ വലീമത്ത് കൊടുക്കുക എന്നത് കല്യാണത്തിന്റെ പേരിൽ ഒരു പുണ്യകർമ്മമാണ്. അത് നമ്മളൊക്കെ കൊടുക്കുക. സാധ്യമാകുന്നവർ അവർക്ക് സാധ്യമാകുന്നതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കൊടുക്കുക. പ്രധാനപ്പെട്ട ആളുകളും ബന്ധുക്കളും ഒക്കെ വിളിച്ചു ചേർത്ത്. അതെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ളത്? ഇത് നാട്ടുകാരറിയണം. കാരണം ഒരു കല്യാണം എന്ന് പറഞ്ഞത് സ്വകാര്യമായി നടത്തിയാല് പലപ്പോഴും തെറ്റിദ്ധരിക്കും. ഒരു പെൺകുട്ടിനെ ബൈക്കിന്റെ ബാക്കിലെത്തി ഇങ്ങനെ പോണ് കാണുകയാണ്, കല്യാണം നടന്ന് നാട്ടുകാരും അറിഞ്ഞിട്ടില്ലെങ്കിൽ എടുക്കപ്പം കടത്തിക്കൊണ്ടുപോകണമെന്നല്ലേ വിചാരിക്കുക. അതാരും അറിയില്ലല്ലോ, തട്ടിക്കൊണ്ടുപോകുന്നല്ലേ വിചാരിക്കുക. അപ്പൊ ഇത് നാട്ടുകാരറിയണല്ലോ. അതിനു വേണ്ടി നിങ്ങൾ കല്യാണം പരസ്യപ്പെടുത്തുക. നിങ്ങൾ ഈ നിക്കാഹ് പരസ്യപ്പെടുത്തണേ. മസാജിദ്, നിങ്ങൾ അതിനെ പള്ളിയിൽ വെച്ചാക്കുകയും ചെയ്യണം. നിങ്ങൾ ദഫ് മുട്ടുകയും വേണം. അപ്പൊ ആൾക്കാരൊക്കെ അറിഞ്ഞ് ഒരു ചെറിയ ആഘോഷപൂർവം തന്നെയാണ് നമ്മളെ കല്യാണം നടത്തേണ്ടത്. ഇസ്ലാം ആഘോഷങ്ങൾക്കോ സന്തോഷ പ്രകടനങ്ങൾക്കോ ഒന്നും എതിരല്ല. ഇസ്ലാമിൽ 2 പെരുന്നാളുണ്ട്, നബിദിനാഘോഷമുണ്ട്. ഇതുപോലെ നമുക്കൊരു കുട്ടി ഉണ്ടായാൽ അഖീഖ അറുത്തൊരു സന്തോഷിക്കലുണ്ട്. എന്നാൽ അത് ആവർത്തി ചെയ്യേണ്ട ഒരു സംഗതിയല്ല അഖീഖ അറുക്കുക എന്നുള്ളത്. അതുകൊണ്ട് കുട്ടീന്റെ എല്ലാ ജന്മദിനം വരുമ്പോഴും കേക്കും കായപ്പും പഴംപൊരിയൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല. അത് ഇസ്ലാമിലുള്ള സംഗതിയല്ല. അതേ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ, എല്ലാവർക്കും അനുഗ്രഹമായ ആളാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാ കുട്ടികളെയും ജന്മദിനം അങ്ങനെ ആഘോഷിക്കപ്പെടേണ്ടതല്ല. ഏതായിരുന്നാലും നമ്മൾ ഈ വലീമത്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, പരമാവധി പാവപ്പെട്ടവരെ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്തുക. നാട്ടില് ഒരു നേരത്തെ ബിരിയാണി കിട്ടിയാൽ തിന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനത്തെവരെ സാന്നിധ്യമാണ് കൂടുതൽ ഉണ്ടാകേണ്ടതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം കല്യാണത്തിന് വിളമ്പുന്ന ഭക്ഷണമാണ്. എങ്ങനെയുള്ള കല്യാണമാണ്? യുദാ ഇലൈഹൽ അഗ്നിയാഉ ദൂനൽ ഫുഖറാ, പാവപ്പെട്ടവരെ അവഗണിച്ച് സമ്പന്നരെ തെരഞ്ഞുപിടിച്ച് ക്ഷണിച്ച് നടത്തുന്ന കല്യാണം. ആ കല്യാണത്തിന്റെ ചോറാണ് ആ നാട് കണ്ട നാറിയ ഭക്ഷണം. അങ്ങനെയുള്ളപ്പോൾ എല്ലാവർക്കും ലോറിയും കാറും ഒക്കെ ഉള്ളവനോട് പറയും, പിന്നെ വണ്ടി എടുത്ത് വന്നോട്ടോ, പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. മൂപ്പന്റെ ഉള്ളിൽ എന്താണെന്നറിയങ്ങള്, ഓന്റെ കല്യാണത്തിന് അന്ന് റോഡ് ബ്ലോക്ക് ആവണം. അപ്പൊ ആൾക്കാരിങ്ങനെ ചോദിക്കാം, അത് കുഞ്ഞമ്മദായിന്റെ കല്യാണല്ലേ, ഭയങ്കര ആളെ, എത്ര വണ്ടിയ, മൂപ്പര ബന്ധങ്ങളും മൂപ്പര ആഗോള ബന്ധമൊക്കെ ഇപ്പോഴാ മനസ്സിലായത് നാട്ടുകാർക്ക്, മൂപ്പര ആരാന്ന് ഇപ്പോഴാ തിരിഞ്ഞത്. അപ്പൊ ഇതിനു വേണ്ടി കുറെ സമ്പന്നരെ എല്ലാ നാട്ടിൽ നിന്നും വിളിച്ചു വരുത്തുക. ആ കല്യാണച്ചോറാണ് ഏറ്റവും മോശപ്പെട്ട ചോറ്. നമ്മൾ ആഹാരം കൊടുക്കേണ്ടത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, പാവപ്പെട്ടവരുണ്ടാവും. പണക്കാരെ ഒഴിവാക്കണം എന്നല്ല, അവരെ സാന്നിധ്യം കൂടുതൽ ഉണ്ടാവണം. സ്വാലിഹീങ്ങളായ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാവണം. നബിതങ്ങൾ പറഞ്ഞു, ലാ തഅകുൽ ഇല്ലാ തുആമ തഖിയ്യിൻ വലാ യഅകുൽ തുആമക ഇല്ലാ തഖിയ്യുൻ. നീ ഒരിക്കലും ദൈവഭക്തിയുള്ളവന്റെ ഹഖും ബാത്തിലുമുള്ളവന്റെ ആഹാരമില്ലാതെ കഴിക്കരുത്. കട്ടതും കവർന്നും ഒക്കെ സമ്പാദിച്ചു വെച്ചവന്റെ ഭക്ഷണം കഴിക്കാൻ പോകരുത്. അതുപോലെ നിന്റെ ഭക്ഷണവും നല്ല മനുഷ്യന്മാർക്ക് കൊടുക്കണം. എല്ലാ തിന്മയും ചെയ്യുന്നവന് നിന്റെ ഒരു ബിരിയാണി കൂടിയും കിട്ടിയാൽ ആ ആരോഗ്യവും കൂടി അവൻ തിന്മ ചെയ്യാനല്ലോ ഉപയോഗിക്കാം. അപ്പൊ നല്ല മനുഷ്യരെ നോക്കി ആഹാരം കൊടുത്ത്, ആ പാവപ്പെട്ടവരെ കൂടി ക്ഷണിച്ച് ഭക്ഷണം കൊടുത്ത്, അതിന്റെ ബർക്കത്ത് കൊണ്ട് ഒരു സന്തോഷകരമായ കുടുംബജീവിതമായി തീരണം എന്നതാണ് ഈ വലീമത്ത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അത് അഹങ്കാരത്തിന് വേണ്ടിയുള്ളതല്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സുന്നത്തുള്ള കർമ്മങ്ങളാണെങ്കിൽ കല്യാണത്തിലേക്ക് മതം നിരോധിച്ച അനാവശ്യങ്ങൾ
ധാരാളം കടന്നു വരിക. അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ധൂർത്താണ്, മറ്റൊന്ന് ദുരാചാരങ്ങളാണ്. ധൂർത്ത് എവിടെ മുതൽക്ക് തന്നെ തുടങ്ങുന്നുണ്ട്? കല്യാണത്തിന്റെ ക്ഷണക്കത്ത് മുതൽക്ക് തന്നെ ചിലയിടത്ത് ധൂർത്ത് തുടങ്ങുന്നുണ്ട്. ഒരാൾ, ഞാനൊരിക്കൽ കോഴിക്കോട്ട് ഓഫീസിൽ ഇരിക്കുമ്പോ എനിക്കൊരു കല്യാണക്കത്ത് കൊണ്ടുവന്നു, ഒരു ഫയല്. അപ്പൊ ഈ ഫയൽ ഇങ്ങനെ നോക്കി ഞാനൊന്ന് ചിരിച്ചു. എന്തെങ്കിലും ചിരിക്കണോ വെച്ചു. അപ്പൊ ഞാൻ എൻ്റെ ഒരു ബാഗ് ഉണ്ടാണ്, ഞാൻ അത് തന്നെ ഇപ്പൊ കൊണ്ടെടുക്കാൻ കഴിയാതെ നിൽക്കാൻ, ഇനിയിപ്പൊ ദൂടി ഞാൻ തൊക്കിലൊക്കെ ഉണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ ഇതിന് എത്ര ഉറുപ്പ്യ വരുന്നു? ഇല്ല, അത്ര ഒന്നുമില്ല, ഇതൊരു 10 കൊല്ലം മുമ്പാണ് കേട്ടോ, 10 കൊല്ലത്തിന്റെ ഏറെ മുമ്പാ. അപ്പൊ അന്ന് അദ്ദേഹം പറയുന്ന ഒരു 60 ഉറുപ്പ്യ വരുള്ളൂ എന്നാണ്. ഒരു കല്യാണകത്തിന് 60 ഉറുപ്പ്യ. 100, 200 ഒക്കെ ഉള്ള കത്തടിക്കണ പോലുണ്ട് ഒരു കത്തിന്. അങ്ങനത്തെ ആയിരക്കണക്കിന് കത്ത്. ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഈ കല്യാണക്കത്തിന്റെ തന്നെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമുക്കൊന്നും ഉള്ളതുകൊണ്ട് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലുതല്ലല്ലോ ഒരു കത്തൊടുത്ത് ക്ഷണിക്കുക എന്ന് പറഞ്ഞത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ലളിതമായിട്ട് പോരെ. അവിടുന്ന് തന്നെ 10,000 ഉറുപ്പ്യ ഒരു കല്യാണക്കത്തിന് ചെലവാക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ആഭരണങ്ങളാണ്. ആഭരണങ്ങൾ ഏതൊക്കെ കോലത്തിലുള്ളതാ, നമ്മൾ യാതൊരു ചിന്തയൊന്നും നമ്മൾക്ക് വരുന്നില്ല. ഇപ്പം 60,000 ഉറുപ്പ്യ കൊടുക്കണം ഒരു പവൻ കിട്ടണമെങ്കിൽ. ആഭരണമായി സാധാരണ വള പോലുള്ളത് കിട്ടണം. ഈ കൂടുതൽ കൊത്തുപണിയും മിന്നുപണിയും ഒക്കെ ഉള്ളതാണെങ്കിൽ അതിന്റെ മേലോട്ട് പോകും. ഇങ്ങനെ നമ്മൾ ആഭരണങ്ങൾ ഇങ്ങനെ വാങ്ങി വെച്ചാൽ ഇത് സാധാരണ പെണ്ണുങ്ങൾക്ക് പോലും താല്പര്യമില്ല. സ്ത്രീകൾ തന്നെ കുറഞ്ഞ സാധനം ഒരു മാലിടും, പിന്നെ 1-2 വള, ഇത്രയോ ഇടലുള്ളൂ. നമ്മൾ ഓൽക്ക് നിങ്ങൾ കൊടുത്തോളൂ, നിങ്ങൾ സ്വർണ്ണോ പണമൊക്കെ നിങ്ങളെ മോക്കല്ല കൊടുത്തോളൂ നിങ്ങൾ സമ്പന്നനാണെങ്കിൽ. പക്ഷെ ഇതെല്ലാം കൂടെ ആഭരണമാക്കി വാങ്ങുമ്പോൾ നമുക്ക് വരുന്ന നഷ്ടങ്ങളെ കുറിച്ച് നമ്മളും കണക്കൂട്ടണ്ടേ? അപ്പൊ അത് വലിയ ഗൗരവത്തിലെടുക്കണം നമ്മൾ. ഇനി ഒരു സിസ്റ്റത്തൊക്കെ ഒരു മാറ്റം വരുത്തണം. ഈ സ്വർണ്ണാഭരണം തന്നെ ധരിച്ചോളുന്നില്ലല്ലോ. സ്വർണത്തിന് ഇങ്ങനെ വില കുതിക്കുമ്പം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കല, വേറെ എന്തെങ്കിലും വില കുറഞ്ഞ സാധനം അതൊരു ട്രെൻഡ് അങ്ങനെ വരും. ഇപ്പൊ തീരെ കാത് കുത്താതെ അണുക്കൽ ട്രെൻഡായിട്ടുണ്ട് ഒരാളുകൾക്ക്. പെണ്ണുങ്ങളൊക്കെ കാത് കുത്താതെ അണുക്കുന്നുണ്ട്, ആണുങ്ങളൊക്കെ മൂക്കുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പല രീതിയിലും വരികയാണല്ലോ. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മൾക്ക് പോകാലോ. അപ്പൊ കുറച്ചൊക്കെ ആഭരണങ്ങൾ കുറച്ച് കൊണ്ടുവരും, അതിമേലുള്ള വാശിയൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പണ്ടോ പൈസ പറമ്പൊക്കെ വാങ്ങിക്കൊടുത്തോളൂ ഓരോ പേരിൽ. ആ രീതിയിലേക്ക് നമ്മൾ മാറ്റണം. ഈ ഉമ്മത്തിന്റെ സമ്പാദ്യം മുഴുവനും ഇങ്ങനെ നമ്മൾ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. പിന്നെ അതിൽ തന്നെ ശറഅ് അംഗീകരിക്കാത്ത ചില രീതിയുണ്ട്. അതിൽപ്പെട്ടൊന്നാണ് ചിലങ്കയുള്ള ആഭരണം. ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് മദീനയിൽ ഏത് പെൺകുട്ടീന്റെ കല്യാണം ഉണ്ടെങ്കിലും ആയിഷ ബീവിന്റെ അടുത്തൊന്ന് കൊണ്ടുവരും ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയിഷ ബീവി ആശീർവദിച്ചാണ് പിന്നെയാണ് പുതിയാപ്പന്റെ പുരക്ക് പോവുക. ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നപ്പം ചിലി എന്നാണ് ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. മഹദി ഉറക്കെ പറഞ്ഞു, ഇങ്ങോട്ട് കടത്തണ്ട, മലക്കുകളെ വിരട്ടുന്ന ആ പെണ്ണിനെ ഇവിടുന്ന് ഇറക്കി വിടൂന്ന് പറഞ്ഞു. ഈ കുലുങ്ങണ ആഭരണം, ചിലങ്കുള്ള ആഭരണം അത് നമുക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ പെൺകുട്ടിനെ കാണാൻ തന്നെ തയ്യാറായില്ല. ഉമ്മു സലമ ബീവിയെ തൊട്ടും ഇങ്ങനെ ഒരു റിവായത്തിൽ കാണാം, അവരും ഇറക്കി വിട്ടു. കുലുങ്ങണ ആഭരണങ്ങൾ പാടില്ല, ഒച്ച ഉണ്ടാകുന്ന ആഭരണങ്ങൾ. അത് ഖുർആൻ തന്നെ നിരോധിച്ച കാര്യമാണല്ലോ. വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുബ്ദീന മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന. കാലിൽ ധരിച്ച പാദസരം കിലുക്കി നിങ്ങളെ ഭംഗി നിങ്ങൾ വെളിവാക്കരുത്, മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കരുത്. ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ആ രീതിയിലുള്ള ആഭരണങ്ങളൊക്കെ ഒഴിവാക്കുക. ആഭരണ ഭ്രമം പരമാവധി കുറച്ചു കൊണ്ടുവരിക. കല്യാണത്തിന്റെ പേരിലുള്ള ഡ്രസ്സ് അവിടെയും നമ്മൾ ദൂർത്ത് വരുന്നുണ്ട്. ഇപ്പൊ പുതുക്കത്തിന് പോണ അന്ന് ഉടുക്കണ ഒരു സാരി ഉണ്ട്, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഉടുക്കാത്ത ഒരു സാരി ഏതാന്ന് വെച്ചാൽ പുതുക്കത്തിന് ഉടുത്ത സാരിയാ. അത് 2.5 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം ഇതിനൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്, പടച്ചോന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. പുതിയ പെണ്ണായി ചമഞ്ഞു നിൽക്കണ കുറച്ച് നേരമുണ്ടല്ലോ കല്യാണത്തിന്റെ തലേന്ന്, അതിനു വേണ്ടി ഇതുപോലെ വലിയ ഡ്രസ്സ് വാങ്ങുന്നവരുണ്ട്. അതൊക്കെ പിന്നെ വാടകക്കും കിട്ടൂട്ടോ, വലിയ പൈസ ഇല്ലാതെ. കാരണം അതതിനുള്ളതാ. ആ രീതിയിലുള്ളത് വാങ്ങിയിടുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഹദീസിൽ കാണാം, അള്ളാഹിന്റെ റസൂല് പറയുന്നു, കല്യാണ ദിവസം നിങ്ങളെ പെൺകുട്ടിയെ പ്രദർശന വസ്തുവാക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. പെണ്ണുങ്ങളിടയിൽ അവർക്ക് അങ്ങനൊക്കെ നിൽക്കാം, പുതുമണവാട്ടിയായിട്ട് പ്രത്യേക ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പെൺകുട്ടികളുടെ ഇടയിൽ അവർക്ക് നിൽക്കാം. ഓലെ ആണുങ്ങളുടെയൊക്കെ ഇറക്കിക്കൊണ്ടുവരരുത്. അന്ന് വരെ നല്ല നാണവും മാനവും ലജ്ജയും ഒക്കെ കാത്തു സൂക്ഷിച്ച ഒരു പെണ്ണേ, ഓളിങ്ങനെ പുരയിലിങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് നിൽക്കുമ്പോൾ
അന്യ ആണുങ്ങൾ ഇങ്ങനെ പുറത്തിരുമ്പോൾ ഉമ്മൻ എന്താ ചെല്ല് ഓലെ സ്വീകരിച്ചോട്, എൻ്റെ സ്കൂളിലെ കുട്ടികളാണ്, എൻ്റെ മാഷർമാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടുറോട്ടിക്ക് ഇങ്ങോട്ട് ഇറക്കി വിടാണോളെ. ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അള്ളാഹിന്റെ റസൂലിന്റെ ശാപമുള്ളതാണത്. കല്യാണത്തിന് വേണ്ടി വീട്ടുകാർക്കൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ലഅനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുതറജ്ജുലാത്തി മിനൻ നിസാ, ആണുങ്ങളുടെ വേഷം കെട്ടുന്ന പെണ്ണുങ്ങളെ അള്ളാഹിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. ജീൻസും ബനിയനുമാണ് പെൺകുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. ആൺകുട്ടികൾ നേരെ മറിച്ച് പെൺകുട്ടികളെ വേഷത്തിലേക്ക് അങ്ങോട്ട് പോവാണ്. അതിന് നബി തങ്ങൾ ശപിച്ചിട്ടുണ്ട്. മുടിയൊക്കെ നീട്ടി കോതിക്കെട്ടി കാതൊക്കെ കുത്തി, അങ്ങനെയാണ് ഇപ്പൊ ആണുങ്ങൾ. വെയ്യം നോക്കിയാൽ ആണോ പെണ്ണോ തിരിയില്ല. ബസ്സിലൊക്കെ കയറുമ്പോൾ നമ്മൾ ചിലപ്പം ബേജാറായി പോവാണ്. ഇരുന്നതിന് ശേഷമാണ് ചിലപ്പോ ഒച്ച കേൾക്കുക. അപ്പൊ നോക്കുമ്പോൾ പെണ്ണ, നമ്മളാണാന്ന് വിചാരിച്ചിരുന്ന ഫാൻറ്റും ബനിയനൊക്കെ ഇട്ടാണ് ഓൾ ഉതിർക്കണത്. അപ്പൊ പിന്നെ ഒച്ച കേട്ടപ്പോഴാണ് നമ്മൾ ഞെട്ടി, പിന്നെ നമ്മൾ മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ആ പെണ്ണാന്ന് കയറി ചിലപ്പം നോക്കുമ്പോൾ ആണായിരിക്കും, ആണാന്ന് കയറി നോക്കുമ്പോൾ പെണ്ണായിരിക്കും. ഈ രീതിയിലുള്ള കോലം കെട്ടല് ഇതൊന്നും നമ്മളെ വീട്ടിലോ നമ്മളെ മഹലിലോ ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തുക. കല്യാണത്തിന്റെ പന്തലുകളുണ്ട്, അതും വലിയ പന്തൽ കിട്ടുന്ന ആളുകളുണ്ട്. പിന്നെ ഏറെക്കുറെ അതൊക്കെ കല്യാണ മണ്ഡപങ്ങളിലേക്ക് മാറിയത് കൊണ്ട് കുറച്ച് ആദായം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കെട്ടുന്നതിനേക്കാൾ കുറച്ച് മെച്ചാണ് ഈ മണ്ഡപത്തിലേക്ക് മാറുന്നത്. പക്ഷെ അതിനുള്ള ഒരു അപകടം എന്താന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ കിട്ടണ ബർക്കത്ത് കിട്ടാതായിപ്പോ. വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ ബർക്കത്താ. ഇദാ ദഖലല്ലൈഫു ബൈതൻ ദഖല മഅഹു അൽഫു റഹ്മ. ഒരതിഥി നമ്മളെ വീട്ടിലേക്ക് കയറി വന്നാൽ 1000 റഹ്മത്ത് നമ്മളെ വീട്ടിലേക്ക് വരിക. ഇങ്ങനെ 1000 ആള് കല്യാണത്തിന് നമ്മളെ വീട്ടിലേക്ക് വരുമ്പം ആ ബർക്കത്ത് നമ്മളെ പുരക്ക് കിട്ടുന്നത് അത് കല്യാണ മണ്ഡപത്തിനാണ് കിട്ടുന്നത് എന്നുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഏതായാലും ചെലവ് കുറക്കുന്നുണ്ട് എന്നാണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ പരമാവധി ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെലവ് കുറക്കാൻ, ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ചില കാര്യം ശ്രദ്ധിക്കണം. ന്യായമായി നമുക്ക് ചോദിക്കാം, സമ്പത്തുള്ളവനോ അവന്റെ സമ്പത്തിനനുസരിച്ച് കൊടുക്കണേ നിങ്ങൾ എന്തിനാ എതിർക്കണെന്നൊക്കെ ചോദിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരു ആചാരവും കൂടിയാണല്ലോ. ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യാൻ നിർബന്ധിതരാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഏത് സമ്പന്നനാണെങ്കിലും നല്ല ഒരു സ്പെഷ്യൽ ഫുഡ് കല്യാണത്തിന് കൊടുക്കുക. അത് നിങ്ങൾ ആട് ബിരിയാണി എന്ന് കൊടുത്തോളി, കുറക്കണ്ട. ഇനി അത് കിട്ടൂലേ പോത്ത് കൊടുത്തോളി, അല്ലേ കോഴി, എന്താ സ്പെഷ്യൽ. അത് പറ്റാത്തവൻ എന്ത് കൊടുക്കുക, നമ്മളെ നാടൻ ഭക്ഷണം നല്ല വെറുംചോറും അതിന്റെ കറിയും കൂട്ടാനൊക്കെ കൂട്ടി കൊടുത്തോളി. അതേ സമയത്ത് 2 സൈസ് ബിരിയാണി, 3 സൈസ് മന്തി, പിന്നെ അപ്പുറത്ത് പത്തിരി, പൊറാട്ട, ഇവിടെ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വിളമ്പി ആകട് നാശാക്കാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ചയാണ് ഇതിന്റെ അപ്പുറത്ത് ഒരു പാവപ്പെട്ടവന്റെ കല്യാണം. ഇവിടുത്തെ കടലാസ് കത്തി തീർന്നില്ല. അപ്പൊ ഓനെന്താ കരുതുക, ഇന്നലെ ഇപ്പൊ അവിടെ അങ്ങനൊക്കെ ആക്കിയിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ എങ്ങനെ ആക്കിയാൽ പറ്റുമോ? ഓനോ അവന്റെ ആധാരം എടുത്തിട്ട് പോവാണ് ബാങ്കിലേക്ക്, തൽക്കാലം മാനം കാക്കട്ടെ എന്നാണ്. ഇത് നാട്ടിലൊരു ആചാരമായ പിന്നെ എല്ലാവർക്കും ആചാരമാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒന്ന് യോജിച്ചിട്ട് ആ അമിതമായ ദുർവ്യയം ഒഴിവാക്കാൻ ഒരു രീതി നമ്മൾ സ്വീകരിക്കും. ഒരു സ്പെഷ്യൽ ഭക്ഷണം, അത് പറ്റാത്തവർക്ക് നാടൻ ഭക്ഷണം, ആ പഴയ രീതിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോയാൽ അതെല്ലാവർക്കും നല്ലതാണ്. ആവശ്യമില്ലാത്ത ദുർവ്യയം നമ്മൾ ചെയ്യേണ്ടതില്ലല്ലോ. ദുർവ്യയം ചെയ്താൽ അത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദുരിതം ചെറുതല്ല. പരിശുദ്ധ ഖുർആൻ ശരിയായ മാർഗദർശനം നമുക്ക് തന്നിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നത്, വലാ തജ്അൽ യദക അലാ ഉനുഖിക ലാ തജ്അൽ യദക, നിന്റെ കൈകളെ നീ പെരടിയിലേക്ക് മഗ്ലൂലത്തൻ ഇലാ ഉനുഖിക, നിന്റെ പെരടിയിലേക്ക് കൂട്ടിക്കെട്ടരുത്. എന്തെങ്കിലും ചോദിച്ചാൽ ചെലവാക്കാൻ മടിച്ചിട്ട് കീശയിലേക്ക് കൈ പോല, കൈ പെരടി തന്നെ നിൽക്കുക. അങ്ങനെ ആവരുത്. വലാ തബ്സുത്തുഹുമാ കുല്ലൽ ബസ്ത്, ചോദിക്കണ എന്തിനും വാരിക്കോരി കൊടുക്കുകയും ചെയ്യരുത്. നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കണം. ഹൈറുള്ളതിനെ കൊടുക്കാവൂ. ഇങ്ങനെ ഖുർആൻ പറഞ്ഞിട്ട് പറയുന്നു, വലാ തുബദ്ദിർ തബ്ദീറാ, ഒരിക്കലും നീ ദുർവ്യയം ചെയ്യരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീനി വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണ്. പിശാചാകട്ടെ തന്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. പടച്ചവൻ തന്ന പണം ദൂർത്തടിക്കുന്നവനും പിശാചിനെ പോലെ നന്ദി കെട്ടവനാണ്. ഖുർആൻ പച്ചയായി പറഞ്ഞ സംഗതിയാണ്.
നമ്മൾ പൊങ്ങച്ചത്തിന്റെ പേരിൽ, അഹങ്കാരത്തിന്റെ പേരിൽ ഒരുപാട് ആഹാരം വാരി വിളമ്പുന്ന രീതി അത് നമ്മൾ ഒഴിവാക്കിയെടുക്കുക. നമുക്ക് വേറെയും സമ്പന്നരാണെങ്കിൽ കൊടുക്കാൻ പറ്റിയതൊക്കെ ഉണ്ടല്ലോ കല്യാണത്തിന്. പാവപ്പെട്ട ഒരാളെയും കൂടി നിങ്ങൾ കെട്ടിച്ചു കൊടുത്താൽ ആ ഭക്ഷണത്തിന്റെ പൈസ മതിയാവും. ഒരു പാവപ്പെട്ട എത്തിയും കുട്ടീനും കൂടിയും കൂടെ കെട്ടിക്കുക, അല്ലെങ്കിൽ വേറൊരാൾക്ക് അതിന്റെ പേരിൽ വീടുണ്ടാക്കി കൊടുക്കുക, ഇവരെ കുടുംബജീവിതം സന്തോഷകരമാകുക എന്നുള്ള നിയ്യത്ത് വെക്കുക. അങ്ങനെ ധൂർത്ത് ഒഴിവാക്കി ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ സമ്പത്ത് ചെലവഴിക്കണം. അങ്ങനെ ആവശ്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. കല്യാണ വീടുകളിൽ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഇഖ്തിലാത്തില്ലാതെ, കൂടിക്കലരാതെ ആണിനും പെണ്ണിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് സൗകര്യം ഒരുക്കുക. അത് കല്യാണ മണ്ഡപത്തിലാകുമ്പം അതൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലാവസ്ഥ ഇപ്പുണ്ട്. നമ്മളെ മഹല്ലുകാരങ്ങനെ ആവരുത്. നമ്മൾ നേരത്തെ ഒന്നവിടെ പോയി കല്യാണ മണ്ഡപമൊക്കെ നോക്കി ആണുങ്ങൾക്ക് വരാൻ ഒരു വഴി തീരുമാനിക്കുക, പെണ്ണുങ്ങൾക്ക് വരാൻ വേറൊരു വഴി തീരുമാനിക്കുക. ഒക്കെ സൗകര്യം ഉണ്ടാവും അവിടെ ഡിവൈഡറുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ വല്ല വിരിയോ മറ്റോ കൊണ്ടുപോയി അത് വേർതിരിച്ചില്ലെങ്കിൽ നമ്മളെ കല്യാണത്തിന് അള്ളാഹു നിഷിദ്ധമാക്കിയ കുറെ ഹറാമ് നടന്നാൽ ആ ഹറാമിന്റെ എല്ലാ ദുരിതവും ഈ കുടുംബത്തിനുണ്ടാവും. അത് നമ്മൾക്ക് ഉറപ്പാണ്. നമ്മളത് ശ്രദ്ധിക്കണം. പടച്ചവൻ നിരോധിച്ച കാര്യല്ലേ, വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾക്ക് സ്ത്രീകളോട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ, പറയാനുണ്ടെങ്കിൽ അതൊരു തിരശീലയുടെ പിന്നിൽ നിന്നാവട്ടെ. ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ അത്. അതില്ലാതെ നമ്മൾ ആണും പെണ്ണും ഒരേ വേദിയിൽ ഒരേ സദസ്സിൽ അങ്ങനെ ആവാതെ അതിനുള്ള ഒരു മറയും കാര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ചെയ്യാൻ നമ്മൾ വീട്ടിൽ മാത്രമല്ല കല്യാണ മണ്ഡപത്തിലും സൗകര്യമൊരുക്കണം. അങ്ങനെ ദീനിയായ ചുറ്റുപാടിലായിരിക്കണം നമ്മളെ കല്യാണം നടക്കുന്നത്. പുതിയാപ്പള പോകുകയും വരികയൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരുപാട് ദുരാചാരങ്ങളാണ് പിന്നെ നമ്മളെ മുമ്പിലുള്ളത്. ഈയിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പം അവിടുന്ന് കേട്ടൊരു വർത്തമാനം എന്താ, പുതിയാപ്പള വരികയാണ്, നല്ല വണ്ടിയിൽ വന്ന്, നല്ല അച്ചടക്കത്തിലാ ഇവര് വന്ന് എല്ലാം ഒരു സൈഡിൽ നിർത്തിയതിന് ശേഷം എല്ലാവരും ഇറങ്ങി 2 സഫായി നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മുന്നിൽ നിൽക്കുന്ന 2 ആൾക്കാർ ഒരു ബാനർ ഇങ്ങനെ നിർത്തി പിടിച്ചിട്ടുണ്ട്. ബാനറിൽ മനുഷ്യന്മാരുടെ മുഖവും കുരങ്ങന്മാരുടെ ശരീരമുള്ള 2 ആള്. ധാരാനരങ്ങൾ വധുവും വരനുവാ. 2 ആളി മോന്ത മനുഷ്യന്റെ ആണ്, ശരീരം കുരങ്ങൻ്റെ. ഇത് വെച്ചിട്ട് നടുവിലൊരുത്തം നിന്നോ മുദ്രാവാക്യം വിളിക്കാണ്, വിട്ടുതരില്ല വിട്ടുതരില്ല. അപ്പൊ മറ്റോരും വിട്ടുതരില്ല, മാരനെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറഞ്ഞിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പുരയ്ക്ക് പോവാണ്. നാ കൊണ്ടുപോയിടാന്ന് പറയാൻ അവിടെ ആർക്കെങ്കിലും ചങ്കൂറ്റുണ്ടായോ? ആയിട്ടുണ്ടായിട്ടില്ല. ഇന്നലെ ഇപ്പൊ നമ്മളെ മേപ്പയിലിടോ അടി ഉണ്ടായെങ്കിൽ കേട്ടിട്ടുണ്ട്. അന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രസ്താവന ഇന്നത്തെ പത്രത്തിലുണ്ട്. കല്യാണത്തിൽ ഇതേപോലെ അക്രമത്തിലേക്ക് പോയാൽ കർശന നടപടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ വരുന്ന ആളുകൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു മഹലിൽ നിന്നാണ് ഇങ്ങനെ ഒരു സമൂഹം അങ്ങോട്ട് ചെല്ലണതെങ്കിൽ ആ നാട്ടുകാർ ചോദിക്കില്ലേ, ആരവരെ കാളി, ആരവിടെ മഹല്ല പ്രസിഡന്റ്, ഏത് മഹലിൽ നിന്ന് വരുന്നവരാ, ഒരു സംസ്കാരം ഇല്ലാത്തവരെന്ന് പറയലേ. നമ്മളെ ഉമ്മത്ത് അങ്ങനെ ആവാൻ പറ്റുമോ? നമ്മളെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈയിടെ ഉണ്ടായ മറ്റൊരു സംഭവം, ഒരു കല്യാണപ്പരയിൽക്ക് പുതിയാപ്പണ്ട് കൂടെ ആളുകൾ വന്നു. നമ്മളെ കടലോര മേഖലയിൽ വേറെ കുറെ ആചാരങ്ങളുണ്ടല്ലോ. കല്യാണപ്പുരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അറയിൽ കയറി പാട്ട് പാടുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ ആ പാട്ട് എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ ആയിട്ട് യേശം സാമ്യമുള്ള പാട്ടൊക്കെ ഉണ്ടാവില്ലേ. അതൊക്കെ കഴിഞ്ഞ് ഇവരെ ഇറങ്ങിപ്പോയതിനു ശേഷം പെൺകുട്ടിയുടെ വാപ്പ ആ റൂമിലൊന്ന് കയറി നോക്കിയ എന്താ അവിടെ കണ്ടറിയങ്ങള്, ആന കരിമ്പും തോട്ടത്ത് കയറിയ മാതിരി. ഷോക്കേസിൽ വെച്ചിരുന്ന നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ അതൊന്നും അവിടെ കാണുന്നില്ല. വലിയ വിലപിടിപ്പുള്ള ബെഡ് ഉണ്ട്, ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ പ്ലസ് ഇട്ടിട്ടുണ്ട്, കീറിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇയാള് ബാത്റൂമിൽ കയറി നോക്കുമ്പോൾ ക്ലോസറ്റ് ചവിട്ടി പൊടിച്ചു. നിങ്ങൾ രണ്ടാളും അങ്ങനെ ആക്കണ്ടാറിട്ട് ഒറ്റ ചവിട്ടാണ് അത്ര, അത് പൊട്ടി കിടക്കണം. ഇയാൾക്ക് ഇങ്ങോട്ട് കലിയെടുത്ത് പെൺകുട്ടീനെ കൊണ്ടുപോകാൻ സമയമായി. അയാള് പറഞ്ഞു, ഈ ജാതി ആളുകളുടെ കൂട്ടുകാരനായിക്കൊല്ലോ നിങ്ങളെ മകന്, അവന്റെ അടുത്തേക്ക് എൻ്റെ മകളെ പറഞ്ഞേക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞേക്കാൻ തയ്യാറായില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടീനെ കൂട്ടിക്കൊണ്ടുപോകാൻ സമയത്താണ് വിഷയം. ഇയാളെ അയക്കൂല എന്ന് വാശി പിടിച്ചു. അപ്പം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വലിയൊരു ബറ്റാലിയൻ തന്നെ വന്നു ചോദ്യം ചെയ്യാൻ. അവരിൽ നിന്ന് മാന്യന്മാരാന്ന് തോന്നിയ ഒരു 4 ആളും കൊണ്ട് ഇയാളാട് കയറി ഇതൊക്കെ ആട് കാണിച്ചു കൊടുത്തു. ഈ സ്വഭാവമുള്ളവന്റെ കൂടെ ഞാൻ എങ്ങനെ, എന്ത് ധൈര്യത്തിൽ എൻ്റെ മകളെ പറഞ്ഞേക്കും? ഞാൻ പറഞ്ഞേക്കൂലാർന്നു. ഓൾക്ക് ന്യായങ്ങളൊന്നും ഉണ്ടായില്ല.
ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഏത് ഉമ്മത്താണ്? കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ഉത്തമ സമുദായമാണ് നിങ്ങൾ. നിങ്ങൾക്ക് എല്ലാ പരിശീലനവും നൽകി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നേതാവിലൂടെ പുറത്തിറക്കപ്പെട്ട സമുദായമാണ് നിങ്ങൾ. നന്മ ഉപദേശിക്കാനും എവിടെ തിന്മ കണ്ടാൽ അതിനെ നിരോധിക്കാനും കടപ്പെട്ടവരാണ്. ആ സമുദായം മറ്റ് സമുദായങ്ങളെ മുമ്പിൽ നാണം കെടുന്ന വിധത്തിലേക്ക് നമ്മളെ കല്യാണങ്ങളെ പേരിലുള്ള ദുരാചാരങ്ങളും ധൂർത്തുകളും വഴിമാറിക്കൂടാ. ഇവിടെയാണ് മഹല്ല് ജമാഅത്തുകൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത്. മഹല്ല് കമ്മിറ്റികൾ ഇതിന് ചെറിയൊരു ബ്രേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുമ്പം അവരെ കൂടെ നിൽക്കുക എന്നത് നമ്മളെല്ലാവരെയും ബാധ്യതയാണ്. വാഹനത്തിന് ബ്രേക്ക് ഉള്ളതുപോലെ സമുദായത്തിന് ഒരു ബ്രേക്ക് വേണം. ആ ബ്രേക്ക് ചവിട്ടുന്നവരാണ് മഹല്ല് കമ്മിറ്റിക്കാരും ഉലമാക്കളും. അതിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. അങ്ങനെ കുറ്റപ്പെടുത്താൻ നിന്നാൽ കാർ ഓടിക്കുമ്പം ബ്രേക്ക് ചവിട്ടേണ്ടടുത്ത് ബ്രേക്ക് ചവിട്ടുന്നവനെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ്. പിന്നെ വലിയ അപകടത്തിൽ നമ്മൾ ചെന്ന് ചാടും. അപ്പൊ ഇത്തരത്തിലുള്ള ധൂർത്തും ദുർവ്യയങ്ങളും ഒക്കെ ഒഴിവാക്കി മാന്യമായ ഒരു കുടുംബ സംവിധാനം നമ്മളെ മഹല്ലുകളിൽ നമുക്ക് കെട്ടിപ്പടുക്കാനാവണം. കുടുംബത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് ഉമ്മയും ബാപ്പയും. നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ അവര് കണ്ണീര് കുടിക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് യമനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്നെ രാഷ്ട്രത്തിന്റെ പ്രതിരോധ സേനയിൽ അംഗമാക്കണം. അങ്ങനെ രക്തസാക്ഷിത്വം വരിച്ച് എനിക്ക് സ്വർഗം പുൽകണം. ഉത്കടമായ ആഗ്രഹത്തോടെ മണലാരണ്യങ്ങൾ താണ്ടി മദീനയിൽ എത്തിച്ചേർന്ന ആ സ്വഹാബി വര്യരോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലക്ക വാലിദ, മോനെ, നിനക്ക് ഉമ്മയുണ്ടോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉമ്മ ഉണ്ട് നബിയെ. ഉടനെ പറഞ്ഞു, ഫർജി ഇലൈഹ, എങ്കിൽ നീ യമനിലേക്ക് തന്നെ മടങ്ങിപ്പോകുക. ആ ഉമ്മക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക. കാരണം ഫഇന്ന ജന്നതക തഹത ഖദമൈഹാ, നിന്റെ സ്വർഗം കിടക്കുന്നത് ആ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ്. രാജ്യത്തിനു വേണ്ടി പൊരുതി മരിക്കുന്നതിനേക്കാൾ നീ ആദ്യം ചെയ്യേണ്ടത് ഉമ്മക്കുള്ള ഖിദ്മയാണ്. നിന്റെ സ്വർഗം അവിടെയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഉമ്മയെയും വാപ്പയും നമ്മൾ എത്രമാത്രം പരിഗണിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഇതെവിടെയാ പറഞ്ഞത്? അള്ളാഹു 2 തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു തആല തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ തീരുമാനം എന്താണ്? ഒന്നാമത്തെ തീരുമാനം, നിങ്ങൾ അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ. കാരണം അവനാണ് നിങ്ങളുടെ സ്രഷ്ടാവ്. രണ്ടാമത്തെ തീരുമാനം, നിങ്ങളെ സൃഷ്ടിക്കാൻ കാരണക്കാരുമ്മയും ബാപ്പയാണ്. അതുകൊണ്ട് അവരെയും നിങ്ങൾ എന്ത് ചെയ്യണം? ആരാധിക്കണ്ട, അവരെ നിങ്ങൾ സ്നേഹിക്കണം, അവർക്ക് ഗുണം ചെയ്യണം. അത് ചെയ്യാതിരുന്നൂടാ. നാളെ ഉമ്മാനെ ആശുപത്രി കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പൊ ഇങ്ങനെ ചർച്ചയായി. മൂത്തോൻ രണ്ടാമത്തോൻ വിളിച്ചു പറഞ്ഞു, റസാക്ക അജൊന്ന് നാളെ ഉമ്മനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണേ. അപ്പൊ റസാക്ക്, കഴിഞ്ഞ ആഴ്ച ഞാനല്ലേ ഉണ്ടായത്, ഈ ആഴ്ച മറ്റവനോട് പറയും. അപ്പൊ മറ്റോ, എനിക്കൊന്നൊരു തിരക്കുണ്ട്, നിങ്ങൾ നാലാമത്തോനോട് പറയും. വോളിബോൾ കളിക്കണ മാതിരിയാ. ഉമ്മനെ ആശുപത്രി കൊണ്ടുപോകാൻ ഇങ്ങോട്ട് അങ്ങോട്ട് ഉമ്മ റൂമിൽ നിന്ന് കേൾക്കുകയാണ്. ആ ഉമ്മാന്റെ മനസ്സെന്താ പറയാ? പടച്ചോനെ, എന്റെ മക്കൾക്കൊക്കെ മടുത്തുന്നാ തോന്നണത്, അങ്ങോട്ട് തിരിച്ചു വിളിച്ചേക്ക് അല്ലാഹ്. ഇങ്ങനെങ്ങാനും ഏതെങ്കിലും ഒരു മാതാവിന്റെ മനസ്സിൽ നിന്ന് വേദനയുടെ വാക്ക് വന്നാൽ ആ കുടുംബത്തിന്റെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെടാൻ വേറെ എന്തു വേണം? അതുകൊണ്ട് ഉമ്മക്കും ബാപ്പക്കും അർഹിക്കുന്ന പരിഗണനയും പരിചരണവും കൊടുക്കുന്ന മക്കളായി നമ്മളെ മഹല്ലിലെ മക്കൾ മാറണം. മുത്തുനബി പറഞ്ഞു, അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന. വാപ്പ വാപ്പ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങളിലെ നടുവാതിലാണ്. വേണമെങ്കിൽ നിനക്കതിനെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ അടച്ചുകളയാം. അത് സംരക്ഷിക്കൽ ആ വാപ്പാക്ക് അർഹിക്കുന്ന ആദരവും ബഹുമാനവും സ്നേഹവും പരിഗണനയും ചികിത്സയും പരിചരണവും ഒക്കെ കൊടുക്കുമ്പോഴാണ്. അവര് വേദനിച്ചാൽ അവിടെ അല്ലാഹു നമ്മളോട് വെറുക്കും.
അവര് സന്തോഷിച്ചാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അവരെ പരിഗണിച്ചല്ലാതെ നമുക്ക് അവഗണിച്ചു പോയിക്കൂടാ. ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മളെ മക്കളാണ് നമ്മളെ ജീവിതത്തിന്റെ പ്രതീക്ഷ. നമ്മളെപ്പോഴും അവർക്ക് മാതൃകയുള്ളവരായിട്ടാണ് ഇവിടെ ജീവിക്കേണ്ടത്. നമ്മളെ വാക്കുകളോ വയലുകളോ അല്ല കുട്ടികൾക്ക് ലഭിക്കേണ്ടത്, അതിലുപരിയായി നമ്മളെ ജീവിതത്തിന്റെ സന്ദേശങ്ങളാണ്. അതാ മക്കളെ മനസ്സിൽ അവർ കൊത്തിവെക്കുകയും അവരെ ജീവിതത്തിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഒരു വെള്ളിയാഴ്ച രാവ് വന്നാൽ, ഇന്ന് വെള്ളിയാഴ്ച രാവ് വരാൻ പോകാൻ, ഉമ്മമാരൊക്കെ മക്കളെ അടുത്തേക്ക് വിളിക്കണം. ആ കുട്ടികൾക്ക് നിങ്ങളെ ഉമ്മമാരെ കഥ പറഞ്ഞു കൊടുക്കണം. വേദനിക്കുന്ന ഒരുപാട് കഥകൾ നമ്മൾ വല്യുപ്പമാരെ കുറിച്ച് പറയാനുണ്ട്. അവർ പട്ടിണി കിടന്നത്, കരണ്ടില്ലാത്ത കാലം, ഓലപ്പുരയിൽ താമസിച്ച കാലം, കല്യാണത്തിന് പോയാൽ ചോറ് കിട്ടാത്ത കാലം, റേഷനരി നേരത്തെ ബുക്ക് ചെയ്ത് കല്യാണത്തിന് ചോറ് വിളമ്പിയ കാലം. ഇതൊന്നും നമ്മളെ തലമുറക്കറിയില്ല. അവർക്കതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട്. ആ കഥകളൊക്കെ പറഞ്ഞ് ആ പട്ടിണി കിടന്ന വാപ്പ ഉമ്മ ഇന്ന് ഖബറിലാണ്. അവര് ആ ഖബർ സന്തോഷത്തിന്റെ വീടാവണം. ചോർന്നൊലിക്കുന്ന കൂരയിലായി ഇവിടെ അവർ താമസിച്ചെങ്കിലും ഖബർ റാഹത്താവണം. നമുക്കൊരു യാസീൻ ഓതില്ലേ, 7 മിനിറ്റ് ഉണ്ടായാൽ ഒരു യാസീൻ പൂർത്തിയാക്ക. മക്കളെ കൂട്ടി ഞാനും നിങ്ങളും ഇന്ന് യാസീൻ ഓതുന്നുണ്ടോ എങ്കിൽ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ പേരമക്കളെ ചേർത്ത് നിർത്തി നമുക്ക് വേണ്ടി നമ്മളെ മക്കൾ യാസീൻ ഓതും. നമ്മളിൽ നിന്ന് അങ്ങനെ ഒരു മാതൃക കുട്ടികൾ കണ്ടിട്ടില്ലേ? ഒന്നും പ്രതീക്ഷിക്കണ്ട. മരിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കൂല. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. വെള്ളിയാഴ്ച എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങൾ പള്ളിയിൽ ജുമഅക്ക് വന്നാൽ കുട്ടികളോട് പറയണം, ജുമഅ കഴിഞ്ഞ് ഉടനെ ഓടിപ്പോകരുതേ. ജുമഅ കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് നിങ്ങൾ ആ മക്കളെയുമായി നിങ്ങളെ വാപ്പയുടെ ഖബറും പുറത്ത് പോകുകയാണ്. വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കണ്ണു നിറക്കുമ്പോ നിങ്ങളെ മകൻ നിങ്ങളെ നോക്കുന്നുണ്ട്. വാപ്പയെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ മനസ്സിലൂടെ മിന്നിമറിയുമ്പോ വിതുമ്പിപ്പോകുന്ന കണ്ണുകളും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും കണ്ട് ഈ കുട്ടികളും അവിടെ അതാ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഫാത്തിഹ ഓതി വാപ്പക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അനുഭവം നമ്മളെ ജീവിതത്തിലൂടെ ഈ കുട്ടികൾ കണ്ടെങ്കിലേ നാളെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മളെ ഖബറുമ്പുറത്തേക്ക് വരുന്ന മക്കൾ ഉണ്ടാകൂ. നമ്മൾ പള്ളിക്ക് വേണ്ടി, ഈ പരിപാടിക്ക് വേണ്ടി, വേറെ എന്തിനെങ്കിലും വേണ്ടി ഒരു സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ മക്കളെ തന്നെ വിളിക്കുക. മകന്റെ കയ്യിൽ കൊടുത്ത് പറയാ, മോനെ ഇത് നമ്മളെ വല്യുപ്പാന്റെ പേരിലാണ് കേട്ടോ, ഈ 5000 റുപ്യ പള്ളിക്ക് കൊടുക്കുക. അത് മകൻ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ 2 ഗുണാണ്. നിങ്ങളെ സ്വതക്ക അവിടെത്തി, മകൻ ഒരു ട്രെയിനിങ്ങുമായി. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മകൻ ഓർമ്മ വരും, എന്റെ വാപ്പാന്റെ വാപ്പന്റെ പേരിൽ സ്വതക്ക ചെയ്തിരുന്നല്ലോ, ഞാനും ചെയ്യണം. പേരമോനെ വിളിച്ച് ആ മകൻ അതാ നമുക്ക് വേണ്ടി സ്വതക്ക ചെയ്യും. ഇങ്ങനെ ജീവിതത്തിൽ മാതൃകകൾ കാണിച്ചുകൊണ്ട് നല്ല കുടുംബമായി നമ്മളെ ഈ നാട്ടിലെ കുടുംബങ്ങൾ തഖ്വയുള്ളവരായി ജീവിതത്തിന്റെ എല്ലാ മാർഗങ്ങളിലും നാം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ചാണോ ജീവിക്കുന്നത്? ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിൽ നിന്ന് അനവധി അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ നമ്മളെ മഹല്ലത്തിലേക്ക് തുറക്കപ്പെടും. ഐശ്വര്യപൂർണമായ നല്ലൊരു മഹല്ല് നമുക്ക് കെട്ടിപ്പടുക്കാനാകും. അർഹമുർ റഹീമീനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. രോഗികൾ അനവധി ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, ഈ സദസ്സിലുണ്ട്. എല്ലാ രോഗികൾക്കും നീ സമ്പൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ ആൺമക്കളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു തരണേ റഹ്മാനെ. നിശ്ചയിക്കപ്പെട്ടതൊക്കെ നീ ഭംഗിയാക്കി തരണേ അല്ലാഹ്. വീടില്ലാത്തവർ, പറമ്പില്ലാത്തവർ എല്ലാം നീ നൽകണേ അല്ലാഹ്. ജോലി നല്ലതുള്ളവർക്ക് നീ നിലനിർത്തണേ റഹ്മാനെ. ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. റബ്ബേ, ഈ നല്ല സംരംഭത്തെ കുറിച്ച് ആലോചിച്ചവർ, അതിനുവേണ്ടി ചിന്തിച്ചവർ, പ്രവർത്തിച്ചവർ, ഇവിടെ സന്നിഹിതരായവർ എല്ലാവർക്കും നാളെ സ്വർഗലോകത്ത് കുടുംബസമേതം ഒരുമിച്ചുകൂടാൻ നിന്റെ മഹലായ ഫള് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ വലാ തറുദ്ദനാ ഖായിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.